സ്മൃതി പരുത്തിക്കാട്. നമസ്കാരം. നവകേരള യാത്രയ്ക്കിടെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ തല്ലിച്ചതച്ച പോലീസിന്റെ അതിക്രമങ്ങളിൽ യാത്ര തുടങ്ങി ഒരു മാസം കഴിയുമ്പോൾ, കൃത്യമായി പറഞ്ഞാൽ 32ാം ദിവസം നേതാക്കൾക്ക് പൊള്ളി. മുറിവേറ്റ നേതൃത്വം ഇന്ന് 564 പോലീസ് സ്റ്റേഷനുകളിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു. നാടുനീളെ തല്ലി ക്ഷീണിച്ച പോലീസ് ഇന്ന് സംയമനത്തിന് ഭാഷയെടുത്തു. ഇനി തിരിച്ചടിക്കുമെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം കലാപാഹ്വാനമെന്ന MV ഗോവിന്ദൻ പറയുന്നു. EP ജയരാജൻ പറയുന്നു. മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തന ആഹ്വാനത്തെ ഏത് ഗണത്തിൽപ്പെടുത്തണം? പ്രതിപക്ഷ പാർട്ടിയുടെ ഓഫീസിലേക്ക് വരെ പോലീസ് എത്തുമ്പോൾ പ്രതിരോധം വിജയിച്ചോ എന്നാണ് ചോദ്യം. CPM പ്രതിനിധിയായി എത്തിയിരിക്കുന്നത് V വസീഫാണ്. രാഷ്ട്രീയ നിരീക്ഷകനും കോൺഗ്രസിന്റെ നിലപാട് പറയാനുമായി ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം ഉണ്ട്. BJPയിൽ നിന്ന് S സുരേഷിനെയും ചർച്ചയിൽ പ്രതീക്ഷിക്കുകയാണ്. ആദ്യം വസീഫിലേക്ക്. വസീഫ്, ആരാണ് കലാപാഹ്വാനം നടത്തിയത്? കലാപാഹ്വാനം നടത്തിയത് ആരാന്ന് നിങ്ങളിപ്പോൾ TV യിൽ കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് കലാപാഹ്വാനം നടത്തുന്നത്. കേരളത്തിൽ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്നുള്ള നിലക്കാണ് ഇപ്പോൾ UDFന്റെ സമരം. തുടക്കത്തിൽ ഇവരറിയാതെ ആരോ അല്ലെങ്കിൽ ഇവരുടെ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു എന്ന് പറഞ്ഞു കണ്ണൂരിൽ. ആ കരിങ്കൊടി പ്രതിഷേധത്തിന് ശേഷം ഇവർ പറഞ്ഞു ഇനി കേരളത്തിലുടനീളം കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാകുമെന്ന്. അത് കഴിഞ്ഞ് ഇപ്പോൾ എറണാകുളത്തെത്തുന്ന സമയത്ത് ഷൂ എടുത്തെറിഞ്ഞു മുഖ്യമന്ത്രിക്ക് നേരെ. അപ്പോൾ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു ഇനി ഞങ്ങൾ ഷൂ എറിയൽ സമരം നടത്തും എന്ന്. അങ്ങനെ എന്താണോ ഇവർ നടത്താൻ ഉദ്ദേശിച്ചത് എന്നുള്ളത്, എന്താണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇവർക്ക് പോലും പറയാൻ പറ്റാത്ത സാഹചര്യം. എന്തൊക്കെയോ നടക്കുന്നു, ആരൊക്കെ സമരം നടത്തുന്നു. ഇതിനൊരു കൃത്യമായ നേതൃത്വമില്ല, മുദ്രാവാക്യമില്ല, ആവശ്യങ്ങളില്ല, ഒന്നുമില്ല. ഇപ്പം ഇന്ന് തിരുവനന്തപുരത്തും നമ്മൾ കാണുന്നു ഇവരങ്ങ് കയറി അടിക്കുക പോലീസിനടിക്കുക, മണിക്കൂറുകളോളം തെരുവിൽ യുദ്ധസമാനമായ അന്തരീക്ഷം ഉണ്ടാക്കുക. എനിക്കപ്പോൾ ഓർമ്മ വരുന്നത് ജൂനിയർ മാൻഡ്രേക്ക് എന്ന് പറയുന്ന സിനിമയിൽ ഓമനക്കുട്ടൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ ചെയ്യുന്നുണ്ട് ജഗതി. ആ പ്രതിമക്കുള്ളിലുള്ള രത്നങ്ങൾ കിട്ടാൻ വേണ്ടി പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറണം. പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറാൻ വേണ്ടി ആദ്യം പോയിട്ട് ഒരു മനുഷ്യൻ്റെ മുണ്ട് പറിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾ എന്നെ പോലീസിൽ പരാതി കൊടുത്ത് അറസ്റ്റ് ചെയ്യിക്കൂ. പിന്നെ ഒരു പായയും തലയാണിയുമായി ചെന്നിട്ട് റോട്ടിലേക്ക് കിടക്കുക, എന്നിട്ട് പറയാ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകൂ. ഈ തരത്തിലേക്ക് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ മാറുക. ഇന്ന് ഞങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടി ഉന്നയിക്കാനുള്ളത്, കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന് മുഖം നഷ്ടപ്പെട്ട സമയത്താണ് ഇങ്ങനെ അക്രമ സമരവുമായിട്ട് ഇവരിറങ്ങുന്നത്. കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയുടെ വീട്ടിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചത് 2.5 കിലോ. കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയാണ് മലപ്പുറത്തെ തുവൂരിൽ ഒരു സ്ത്രീയെ കൊന്ന് കുഴിച്ചു മൂടിയത് സ്വന്തം വീട്ടിൽ. കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളാണ് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വിൽപ്പന നടത്തിയത്. കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളാണ് റെയിൽവേ സാമഗ്രികൾ മോഷണം നടത്തിയതിന് ജയിലിൽ കിടക്കുന്നത്. ഈ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാനത്തുടനീളം അവരുടെ സംഘടനാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇന്ത്യൻ വോട്ടർ ID വ്യാജമായി നിർമ്മിച്ചു എന്ന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും അത് കണ്ടെത്തി കേരളത്തിലെ പോലീസിനോട് കാര്യക്ഷമമായി അന്വേഷിക്കണം എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ, കേരള പോലീസ് തെരഞ്ഞു വന്നിരിക്കുന്നു കുറച്ച് DYFI പ്രവർത്തകരെ പന്തളത്ത് തെരഞ്ഞു വന്നിരിക്കുന്നത് അഭിജിത്ത് രാജ്, അഖിൽ കൃഷ്ണൻ, എബിൻ K ഷാജി, അബി വക്താസ്, അജിത് കുമാർ MA, ആഷിഖ്, അജിത് കൃഷ്ണൻ, അബ്ദുൽ ജലാൽ എന്നിവരെ തെരഞ്ഞ് പോലീസ് വരിക. ഇവരോട് പറഞ്ഞു നിങ്ങളുടെ പേരിൽ കുറച്ച് ID കാർഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങളുടെ ID കാർഡുകൾ എന്ന വ്യാജേന ഉണ്ടാക്കിയ ID കാർഡുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ വരുന്നു. ഇവർ പരാതി കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ വ്യാജ ID കാർഡ് ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിലൂടെ വ്യാജ പ്രസിഡന്റായിരിക്കുന്ന കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ ആ നേതൃത്വത്തിന് മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ നഷ്ടപ്പെട്ട മുഖം തിരിച്ചു പിടിക്കാനാവുമോ എന്നുള്ള ശ്രമമാണ് ഇവർ ഈ അക്രമത്തിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധവുമായി ബന്ധപ്പെട്ടാണല്ലോ ചർച്ച. മറ്റേ വിഷയം സമഗ്രമായി തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അത് താങ്കൾക്ക് പറഞ്ഞുകൂടാ എന്നില്ല, താങ്കൾക്ക് പറയാം. പക്ഷേ ഇപ്പോൾ താങ്കളുടേത് മുഖ്യമന്ത്രിയുടേതുപോലെ ഭാഗികമായ കാഴ്ചയാണോ എന്നൊരു സംശയം. കാരണം ഈ കല്യാശ്ശേരിയിൽ നിന്നിപ്പോൾ കൊല്ലം എത്തുന്നവരെ തല്ലുകൊണ്ട് എത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ
അത് താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വവും കണ്ടിരിക്കുന്ന 32-ാം ദിവസമാണ്. തെരുവിലേക്ക് ഇറങ്ങാനുള്ള ആലോചന അവർക്ക് വരുന്നത് 32-ാം ദിവസമാണ്. പക്ഷേ ഈ ചെടിച്ചട്ടി കൊണ്ടുള്ള ആക്രമണം, ഗൺമാന്റെ ആക്രമണം, ഇതിൽ നിങ്ങളും പോലീസും സംയുക്തമായി നടത്തിയ ആക്രമണം, ഇതൊക്കെ കേരളം കണ്ടതാണല്ലോ. അപ്പൊ കേരളമെല്ലാം കാണുന്നുണ്ട് ശ്രീ വസീഫ്. അല്ല, കേരളത്തിലെ പോലീസിൻ്റെ നടപടികൾ ആദ്യമായിട്ടാണോ ഇങ്ങനെ ഉണ്ടാവുന്നത്? അതുകൂടി പരിശോധിക്കണ്ടേ നമ്മൾ, സ്മൃതി? ഞങ്ങൾ കേരളത്തിൽ SFIയുടെ ഭാഗമായിട്ടൊക്കെ നിരവധി സമരത്തിലൊക്കെ പങ്കെടുത്ത ആളുകളാണ് ഞങ്ങളൊക്കെ. ഇപ്പോൾ DYFIയുടെ ഭാരവാഹിത്വത്തിലൊക്കെ. അതാണ് മനസ്സിലാവാത്തത്. നിങ്ങൾ സമരങ്ങളിലൂടെ വന്നവരാണ്, നിങ്ങളും കരിങ്കൊടി സമരം ഇപ്പോഴും ഗവർണർക്കെതിരെ ശക്തമായി നടത്തുന്നവരാണ്. പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ സമരമാകുമ്പോഴേക്കും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിന് നേരെ അല്ലെങ്കിൽ സമരം ചെയ്യുന്നവർക്ക് നേരെ രക്ഷാപ്രവർത്തനവുമായി പോലീസും DYFIയും ഇറങ്ങിയാണ്. രക്ഷാപ്രവർത്തനം എന്നാണല്ലോ മുഖ്യമന്ത്രി അതിനെ വിളിച്ചത്. അപ്പോൾ അവരുടെ സമരത്തെ ആത്മഹത്യാശ്രമമായി കാണുക, അവരുടെ ശ്രമത്തെ കൊലപാതക ശ്രമമായി കാണുക. അപ്പോൾ സമരം പല രൂപത്തിൽ കാഴ്ചയിൽ പ്രത്യക്ഷപ്പെടുന്നു. അതിനോട് എന്താണ് പറയാനുള്ളത്? അങ്ങനെയല്ല സ്മൃതി അതിനെ കാണേണ്ടത്. ഇപ്പോൾ SFI നടത്തിയ സമരം, ആ സമരത്തിനൊരു അന്തസ്സുണ്ട്. ആ സമരം കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ അഭിമാനം തോന്നുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ? കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കരുത് എന്ന മുദ്രാവാക്യം ഉയർത്തി പിടിച്ചുകൊണ്ട്, മുൻകൂട്ടി പറഞ്ഞുകൊണ്ട്, നൂറുകണക്കിന് വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന സമരാത്. അല്ലാതെ എവിടെയെങ്കിലും ഒളിച്ചും പാത്തും ഇരുന്ന് ഏതെങ്കിലും പൊന്തക്കാട്ടിൽ നിന്ന് ചാടി വീണ് 2 കരിങ്കൊടി ഉയർത്തി കാണിച്ച് തുള്ളിച്ചാടി ഇറങ്ങിപ്പോകുന്ന സാഹചര്യം അല്ല ഇത്. ഈ വാഹനത്തിന് മുമ്പിലേക്ക് ആരെങ്കിലും പറഞ്ഞു വിടുന്ന സാഹചര്യം അല്ല അത്. അതിനൊരു നേതൃത്വമുണ്ട്, അതിനൊരു മുദ്രാവാക്യമുണ്ട്. അങ്ങനെയുള്ള സമരമാണ് ഞങ്ങൾ നടത്താറ്. അല്ലാതെ ഇതുപോലെ ആളില്ലാതെ, മുദ്രാവാക്യമില്ലാതെ, നാഥനില്ലാത്ത സമരത്തിനല്ല ഞങ്ങൾ നേതൃത്വം. ആളില്ലാത്ത സമരമായിരുന്നു കല്യാശ്ശേരി തൊട്ട് കൊല്ലം വരെ കണ്ടത്, അല്ലേ? ശരി, അതാണ് വസീഫിന് പറയാനുള്ളത്. ഞാൻ വസീഫിലേക്ക് വരാം. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, കേട്ടല്ലോ, ഇത് കലാപാഹ്വാനം നടത്തിയത് ആളും മുദ്രാവാക്യവും ഇല്ലാത്ത സമരം. ശരി, അല്ല, എന്താണ് പ്രതിപക്ഷം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്? എന്തിനെതിരെയായിരുന്നു സമരം എന്നുള്ളത് കേരളം കേട്ടതാണ്. അത് SFIക്കും DYFIക്കും ഒരുപക്ഷെ CPMനും സർക്കാരിനും മനസ്സിലായിട്ടുണ്ടാകില്ല. സർക്കാർ ഈ സമയത്ത് എന്തിന് നവകേരള യാത്ര നടത്തുന്നു, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വിഷയമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് വരാം. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, കലാപാഹ്വാനം നടത്തുന്നു പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്നിപ്പോൾ EP ജയരാജൻ പറഞ്ഞിരിക്കുന്നു, മന്ത്രിമാർ പറഞ്ഞിരിക്കുന്നു, നോക്കിയിരിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. വസീഫാണ് പക്ഷേ ഇതിന് പ്രതികാരം ചെയ്യാനൊന്നും ഇറങ്ങില്ല എന്ന് പ്രതികരിച്ചത്. പക്ഷേ നോക്കിയിരിക്കില്ല, തിരിച്ചടിക്കുമെന്നുള്ള പ്രതികരണം EP-യുടെ ഭാഗത്ത് നിന്ന് അടക്കം വരുന്നുണ്ട്. അപ്പോൾ കലാപാഹ്വാനം എവിടെ നിന്ന് തുടങ്ങുന്നു? ഇതൊരു കലാപാഹ്വാനമായി താങ്കൾ കാണുന്നുണ്ടോ? സ്മൃതി ആദ്യമായിട്ട് എന്നെ പരിചയപ്പെടുത്തിയ ഒരു രംഗമുണ്ടായിരുന്നത് ചരിത്രത്തിലാദ്യമായിട്ടാണ്. അതായത് രാഷ്ട്രീയ നിരീക്ഷകനാണ്, ഒപ്പം കോൺഗ്രസിൻ്റെ കാര്യം കൂടെ പറയാൻ സണ്ണിക്കുട്ടി എബ്രഹാം ഉണ്ടെന്ന് സ്മൃതി പരുത്തിക്കാട് പറയുകയുണ്ടായി. താങ്കളുടെ ഒപ്പം ഞാൻ ആദ്യമായിട്ടല്ല, എത്രയോ ചർച്ചകളിൽ ഞങ്ങളൊരു ബുദ്ധിമുട്ട് കൂടി താങ്കൾ മനസ്സിലാക്കണം. വ്യത്യസ്തമായ ഒരു ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, കോൺഗ്രസ് പ്രതിനിധി ഇല്ല ഈ ചർച്ചയിൽ, അറിയാമല്ലോ. എനിക്ക് മനസ്സിലായി, എനിക്കത് മനസ്സിലായി. പക്ഷേ അതുകൊണ്ട് ഞാൻ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് എന്നെ ചിത്രീകരിക്കരുത്. പക്ഷേ എനിക്ക് എൻ്റെ നിലപാടുകളുണ്ട്. നമ്മൾ ഇവിടെ കുറേ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ, അത് ടെലിവിഷനിലൂടെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. വസീഫ് അതിനെപ്പറ്റി പറഞ്ഞതും ഞാൻ കേട്ടു. വസീഫ് സത്യം പറഞ്ഞാൽ ഈ DYFI SFI നേതാക്കളിൽ ഏറ്റവും മാന്യമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. വളരെ ധാർഷ്ട്യം തീരെയില്ലാതെ സംസാരിക്കുന്ന ഒരാൾ. അദ്ദേഹത്തിന് ഇന്നത്തെ ഈ സംസാരം കേട്ടപ്പോൾ ഏതോ പള്ളിയിൽ ആരാധനയ്ക്കിടയിൽ ഏവൻഗേലിയൻ വായിക്കുന്ന പോലെ, എന്തൊരു പാവമാണ് ഈ DYFIക്കാർ, എന്തൊരു പാവമാണ് ഈ SFIക്കാർ. അവരുടെ സമരത്തിനൊരു അന്തസ്സുണ്ടത്രേ. അതായത് സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരിയായ ഗവർണറെ തെരുവിൽ തടയുകയും കാർ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു സമരം ഈ കേരളത്തിലെ മുഴുവൻ ആളുകളും കണ്ടിട്ട് അവരുടെ സമരത്തിനൊരു നല്ല അന്തസ്സുണ്ടെന്ന് പറഞ്ഞു. വസീഫ് പറഞ്ഞ മറ്റൊരു കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്, ഇത് 2-3 പേരാണ്. അവർ ഈ പൊന്തക്കാട്ടിലൊക്കെ ഒളിച്ചിരുന്നിട്ട് ചാടി വീഴും പ്രതിഷേധിക്കാനായിട്ട് ഒരു കറുത്ത തുണി വേണ്ടി. എൻ്റെ വസീഫ്, എന്തിനാ പിന്നെ ആ പാവത്തങ്ങളെ നിങ്ങൾ ഈ കാസർഗോഡല്ലേ കല്യാശ്ശേരി മുതൽ ഇവിടെ വരെ ചെടിച്ചട്ടി കൊണ്ടും ഇരുമ്പ് ദണ്ട് കൊണ്ടും കമ്പ് കൊണ്ടും തല്ലി ചതച്ച് ഈ പരുവത്തിലാക്കിയത്? തല്ലുക നിങ്ങൾ മാത്രമല്ലല്ലോ തല്ലിയത്, നിങ്ങളുടെ DYFIക്കാർ തല്ലി, SFIക്കാർ തല്ലി, പോലീസുകാരെ തല്ലിക്കോട്ടെ. പോലീസുകാർ മുഖ്യമന്ത്രിക്ക് എതിരായിട്ട് വരുന്ന ഏതൊരു നീക്കത്തെയും തടയാൻ പോലീസുകാർക്കെല്ലാം അധികാരമുണ്ട്, അവരത് ചെയ്യാൻ വേണം. പക്ഷേ ഗവൺമെൻറ്മാർക്ക് അതുണ്ടോ?
നിങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്ക് അതുണ്ടോ? അവരൊന്നും ഈ നിങ്ങളെ ഗവർണറുടെ പിന്നാലെ ഓടിയൊരു വലിയ ജനക്കൂട്ടം പോലെ ഒരു വലിയ സംഘം ചേർന്ന് ഒന്നും അല്ലാന്ന് താങ്കൾ തന്നെ പറയുക. താങ്കൾ പറഞ്ഞാൽ എന്താ? പൊന്തക്കാട്ടിൽ ഓടിച്ചു നിന്നിട്ട് 3 പേര്. അവർക്ക് പ്രതിഷേധിക്കാൻ അവകാശമില്ലേ? നിങ്ങൾക്ക് മാത്രമേ പ്രതിഷേധിക്കാൻ അവകാശമുള്ളൂ. ഗവർണർക്കെതിരെ പ്രതിഷേധിക്കാൻ അവകാശമുണ്ട് എന്ന് പറയുന്നതോട് ഞാൻ ചോദിക്കുന്നു. ഗവർണർക്കെതിരെ നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യത്തോട് ഞാൻ യോജിക്കുന്നു. ഞാൻ ഇന്നലെയും കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പറഞ്ഞു, ആ മുദ്രാവാക്യത്തോട് എനിക്ക് യോജിപ്പാണ്. അതായത് കേരളത്തിലെ കലാശാലകളെ, സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ഏത് നീക്കത്തെയും എതിർക്കുന്ന SFIയുടെയോ DYFIയുടെയോ ആരുടെയും സമരത്തോട് യോജിക്കുന്ന ആളാണ്. പക്ഷേ നിങ്ങൾ എന്താ വാസ്തവത്തിൽ നേടിയത്? നിങ്ങൾ നേടിയത് ഈ ഒരു വലിയ ഇഷ്യൂ, കേരളത്തിന് മുന്നിൽ വന്നൊരു വലിയ പൊളിറ്റിക്കൽ ഇഷ്യൂ, അത് നിങ്ങളുടെ ധാർഷ്ട്യം കൊണ്ടും ധിക്കാരം കൊണ്ടും ഗവർണറുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗുണ്ടായുസം കൊണ്ടും, എനിക്ക് എൻ്റെ അനിയന്മാരെ പോലുള്ള ആളുകളെ ഗുണ്ടകളൊന്നും വിളിക്കാൻ എനിക്ക് താല്പര്യമില്ല, പക്ഷേ ആ ഗുണ്ടായുസം കൊണ്ടും നിങ്ങളതിൻ്റെ ഫോക്കസ് മാറ്റി ഇന്ന് ചർച്ച ചെയ്യുന്നത് വാസിഫെ SFIക്ക് സംഭവിച്ച മുഖം നഷ്ടമാണ്. നിങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ മുഖം നഷ്ടത്തെപ്പറ്റി ഇപ്പം ഞാൻ മറുപടി പറയേണ്ടത് ഞാനല്ല, എനിക്കതിനകത്ത് ഉത്തരവാദിത്വമില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ ഈ കഞ്ചാവ് പിടിച്ചതിനെ പറ്റി പറയുന്നു. എത്ര കഞ്ചാവ് കേസുകളിൽ DYFIക്കാരുണ്ട്? എത്ര സ്ത്രീപീഡനമായി ബന്ധപ്പെട്ട കേസുകളിൽ DYFIക്കാരുണ്ട്? നിങ്ങളുടെ ഒരു നേതാവ്, കായംകുളത്തൊരു നേതാവിനെ എന്തിനാണ് പുറത്താക്കിയത്? വ്യാജ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് അഡ്മിഷൻ വാങ്ങിച്ചിട്ടല്ലേ? വ്യാജ ജോലി, വ്യാജ അഡ്മിഷൻ. ഇതൊന്നും അങ്ങനെ പറയരുത് വാസിഫ. താങ്കൾ കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കുന്നതാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ താങ്കൾക്ക് DYFI ന്യായീകരിക്കണം, SFI ന്യായീകരിക്കണം, അപ്പോൾ യാതൊരു സംശയമില്ല. പക്ഷേ പറയുന്നത് സത്യസന്ധമായിരിക്കണം. ഇന്ന് ഈ ചർച്ചയുടെ തുടക്കത്തിൽ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നമ്മൾ കേൾക്കുക. അദ്ദേഹം കണ്ടില്ലത്രേ. അദ്ദേഹം ഈ ഗൺമാൻ തല്ലുന്നത് കണ്ടില്ലത്രേ. അദ്ദേഹം ഈ ചാടി ആത്മഹത്യ, അങ്ങനെയാണല്ലോ നിങ്ങളുടെ ഒരു പ്രയോഗം, ആത്മഹത്യയ്ക്ക് തുനിഞ്ഞു വരുന്ന ആളുകളെ തള്ളി മാറ്റുന്ന രക്ഷാപ്രവർത്തനം മാത്രമേ കണ്ടുള്ളൂ. വാസിഫെ, ഈ കാറിനുള്ളിൽ 1 കോടി രൂപയുടെ 1.5 കോടി രൂപയുടെ ഈ വാഹനത്തിനുള്ളിൽ സുഖമായി യാത്ര ചെയ്യുന്ന മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ ഇത് കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ താങ്കളുടെ പ്രവർത്തകരടക്കമുള്ള, താങ്കളുടെ പാർട്ടിയിൽപ്പെട്ട ആളുകളടക്കമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ, റിപ്പോർട്ടറടക്കമുള്ള TV-യിലൂടെ അത് നേരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ രാജ്യം നടക്കുന്നത്? ഒരു ഭിന്നശേഷിക്കാരനായ ഒരു ചെറുപ്പക്കാരനെ തല്ലുന്നത്, അതിന് നിങ്ങളുടെ കൺവീനർ എന്താ പറഞ്ഞത്? ഇതൊക്കെ പൊളിറ്റിക്കലി കറക്റ്റാണോ വാസിഫെ? താങ്കൾ അങ്ങനെ പറയില്ല എന്ന് എനിക്കറിയാം. പക്ഷേ താങ്കളുടെ കൺവീനർ എന്താ പറഞ്ഞ്? കയ്യും കാര്യമൊന്നും ഇല്ലാത്തവരാണതെന്ന്, ഞാൻ അടിയുടെ സമയത്ത് ഇന്ന് അടി കിട്ടുമെന്ന് പറയാനും മാത്രമുള്ള ഒരു കാരുണ്യമില്ലായ്മ, ഇതൊക്കെയല്ലേ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്? പിന്നെ കലാപാഹ്വാനം, ആരാണ് കലാപാഹ്വാനം നടത്തിയത്? ഒറ്റ വാചകം മതിയല്ലോ കലാപ ആഹ്വാനം എന്താണെന്ന് മനസ്സിലാക്കാൻ. അതായത് ഈ ബെൻസ് ബസ്സിൻ്റെ മുമ്പിലേക്ക് എടുത്തു ചാടിയ ആളുകളെ രക്ഷിക്കുകയായിരുന്നു, ഇനിയും രക്ഷിക്കുമെന്ന്, ഞങ്ങളുടെ DYFIക്കാർ പിള്ളേരെ ഇനിയും അവരെ രക്ഷിക്കുമെന്ന് എന്ന് പറയുന്നതിനപ്പുറത്ത് എന്തൊരു കലാപാഹ്വാനാണ് ഉള്ളത്? സ്മൃതി പറഞ്ഞു 32ാമത്തെ ദിവസമാണ്. സ്മൃതി 32ാമത്തെ ദിവസമെങ്കിലും ഒന്ന് വരുന്നത് പ്രതിഷേധിച്ചോട്ടെ. അവർ തല്ലുകൊള്ളുക, നാണം കെട്ടിരിക്കുക. അവരുടെ നേതാക്കന്മാർക്ക് മറുപടിയില്ല. അതാ ഞാൻ പറഞ്ഞത്. ഈ 32ാം ദിവസമെങ്കിലും 32ാം ദിവസമാണ് ഞാൻ പറയുന്നത്. പ്രതിരോധിച്ചോട്ടെ. 23 കഴിയുകയാണ് നവകേരള യാത്ര. അതെ, ഞാൻ പറഞ്ഞു, സമ്മതിച്ചു. ഞാൻ പറഞ്ഞത് ഈ ദിവസമെങ്കിലും അവരൊന്ന് പ്രതിഷേധിച്ചോട്ടെ. അവർ തല്ലുകൊണ്ട് നാണം കെട്ട് DYFIക്കാരുടെ മുമ്പിൽ നാണം കെട്ട് നിൽക്കുകയാ. അവരൊന്ന് പ്രതിഷേധിച്ചോട്ടെ എന്നേ. നേതാക്കളുടെ കാര്യത്തിലാണ്. യൂത്ത് കോൺഗ്രസ് മുഴുവൻ സമയം തെരുവിലായിരുന്നു. നേതാക്കൾക്ക് ഇപ്പോഴാണ് പ്രതിഷേധിക്കാനുള്ള സമയമായത്. അവർക്ക് മുഹൂർത്തമായത് ഇപ്പോഴാണെന്നാണ് ഞാൻ പറഞ്ഞത്. 32ാം ദിവസം ഈ തല്ലുകൊണ്ട് അവസാനം ഇങ്ങോട്ട് തലസ്ഥാനത്തെത്തുമ്പോഴേ ഇറങ്ങുന്നുള്ളൂ. അല്ല, അതെ, ഞാൻ സ്മൃതിയെ കുറ്റപ്പെടുത്തിയല്ല. ഞാൻ പറയുന്നത് ഇതുപോലൊരു സ്ഥിതിവിശേഷത്തിൽ പാർട്ടി അങ്ങനെ തുടക്കത്തിൽ ഇറങ്ങണമെന്നില്ല. പാർട്ടിയുടെ വകയായിട്ടും ഇന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലയിടങ്ങളിലും, തിരുവനന്തപുരത്ത് മാത്രമല്ല. അവർക്കും പ്രതിഷേധിക്കാൻ അവകാശമുണ്ട്. SFIക്കാർക്കും മാത്രമല്ല കേരളത്തിൽ പ്രതിഷേധിക്കാൻ അവകാശമുള്ളത്. ഞാനൊരൊറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ ബസ്സിന് മുമ്പിൽ എടുത്തു ചാടുമെന്ന് സംശയമുള്ളവരെ, അല്ലെങ്കിൽ ഒരു കറുത്ത ഒരു ഉടുപ്പിട്ട ആളുകളെ മുഴുവൻ
പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു കരുതൽ തടങ്കൽ പോലെ വെച്ചിട്ടാണല്ലോ ഇത് വളരെ സുഗമമായിട്ട് അങ്ങോട്ട് നടത്തിയത്. ഈ പൊന്തക്കാട്ടിൽ ഒടിച്ചിരുന്ന 2-3 പേരൊഴികെ ബാക്കിയുള്ളവരെല്ലാം ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തിയിട്ടാണല്ലോ ചെയ്തത്. ഈ കോഴിക്കോട് ഗവർണർക്കെതിരായിട്ട് നടന്ന ഈ സമരത്തിൽ ഈ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിനുള്ളിൽ ആരെങ്കിലും ഒരു കരുതൽ തടങ്കൽ നിങ്ങൾക്ക് ഗവർണർ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടല്ലോ, ഈ ഗസ്റ്റ് ഹൗസിൽ ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് താമസിക്കുന്നതിൽ ഇതുപോലെ ബാനർ കിട്ടുമോ? നിങ്ങൾ കിട്ടുമോ? അപ്പോൾ അതിന് കരുതൽ തടങ്കലൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് വാസിഫെ, ഈ ഇരട്ടത്താപ്പ് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഇരട്ടത്താപ്പിൻ്റെ ഫലമായിട്ടാണ് ഗവർണർ കഴിഞ്ഞ ദിവസം മുട്ടായി തെരുവിലും മാനാഞ്ചിറയും ചെന്നപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ പ്രതിഷേധ സ്വരം പോലും ഉണ്ടാകാതിരുന്നത് എന്നുള്ളത് വസീഫിനെ പോലെ ഉള്ള ആളുകളെങ്കിലും മനസ്സിലാക്കി നിങ്ങളുടെ വേദികളിൽ ഇത് അവതരിപ്പിക്കണം. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഇപ്പോൾ ഗവർണറുമായി ബന്ധപ്പെട്ടത് കോൺഗ്രസിന്റെ നിലപാടാണെന്ന് പറയാൻ പറ്റില്ല, താങ്കളുടെ അഭിപ്രായമാണ് പറഞ്ഞത്. കോൺഗ്രസിന്റെ നിലപാടും അതാണെന്നാണ് അറിയേണ്ടത്. ഗവർണർക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടുള്ള പ്രതികരണം കഴിഞ്ഞ ദിവസം നടത്തി അവസാനം കാര്യം മാറ്റി പറയേണ്ടി വന്നു കെ സുധാകരന്. ശ്രീ എസ് സുരേഷ്, BJP ഈ വിഷയത്തിൽ എവിടെ നിൽക്കുന്നു? നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് ആ യാത്ര നന്നായി തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് BJP കരുതുകയായിരുന്നു. നിങ്ങൾക്ക് ഒരു കാഴ്ചക്കാരന്റെ റോളാണോ ഈ വിഷയത്തിൽ? സ്മൃതിയോട് ആരാ പറഞ്ഞത് കാഴ്ചക്കാരൻ്റെ റോളാണെന്ന്? കഴിഞ്ഞ ദിവസം യുവമോർച്ചയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് നടന്ന മാർച്ചും അതോടൊപ്പം തന്നെ കളക്ടറേറ്റിലേക്ക് നടന്ന മാർച്ചും നമ്മുടെ മുമ്പിലുണ്ട്. ഇന്നലെ രക്ഷിക്കാൻ വന്ന DYFIക്കാർ രക്ഷപ്പെട്ടു ഓടുന്നത് കൊല്ലത്ത് യുവമോർച്ചക്കാർ കേരളത്തിന് കാണിച്ചു കൊടുത്തു. യൂത്ത് കോൺഗ്രസ്സുകാരോട് കാണിക്കുന്നത് പോലെ യുവമോർച്ചക്കാരോട് വന്നാൽ എങ്ങനെയാണ് DYFIക്കാരെ രക്ഷപ്പെടുത്തുന്നത്, അവർക്ക് ജീവനം കൊണ്ട് എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് എന്നുള്ള വിദ്യയാണ് ഇന്നലെ യുവമോർച്ചക്കാർ കൊല്ലത്ത് പഠിപ്പിച്ചു കൊടുത്തത്. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ഒരു ജനപ്രതിനിധി അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനെ ഇളിഭ്യനാക്കുന്ന, പിണറായി വിജയൻ്റെ യാത്രയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ശരീരം മുഴുവൻ വെള്ളയടിച്ചുകൊണ്ട് പോലീസിൻ്റെ എല്ലാ പ്രതിരോധങ്ങളെയും ലംഘിച്ചുകൊണ്ട് വളരെ പ്രതീകാത്മകമായിട്ട് ഒരു സമരം നടത്തിയതും ഇന്നലെ നമ്മൾ കണ്ടതാണ്. അതുകൂടാതെ കേരളത്തിൽ 1500-ൽ പരം വരുന്ന സ്ഥലങ്ങളിൽ ഈ പിണറായി വിജയൻ്റെ ദുർഭരണത്തിനും ഈ യാത്രയുടെ അർത്ഥശൂന്യതയെയും സംബന്ധിച്ച് 1500 കേന്ദ്രങ്ങളിൽ ജനപഞ്ചായത്തുകൾ നടത്തി കഴിഞ്ഞിട്ടേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ആണ് അത് പൂർത്തിയായത്. അപ്പോൾ ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. സമരവുമായിട്ടും അതോടൊപ്പം തന്നെ പ്രതിരോധങ്ങളുമായിട്ടും ജനകീയ മുന്നേറ്റങ്ങളായിട്ടും ജനങ്ങൾക്കിടയിൽ തന്നെ കേരളത്തിൽ BJP ഉണ്ട് എന്നുള്ള കാര്യം സ്മൃതി അറിഞ്ഞിരിക്കണം. ഇവിടെ നമ്മൾ കാണേണ്ടത് ഇവിടെ ജനകീയ സർക്കാർ ജനങ്ങൾക്കൊപ്പം എന്നതാണ് നമ്മുടെ വസീഫിൻ്റെ പാർട്ടിയുടെ നേതാവിൻ്റെ മുദ്രാവാക്യം. ആ മുദ്രാവാക്യം ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും പിണറായി വിജയനിൽ നിന്നും കൈവിട്ടു പോയിരിക്കുകയാണ്. ഇന്ന് നരാധമന്മാരുടെ സർക്കാർ ക്രിമിനലുകൾക്കൊപ്പം എന്നതായിരിക്കുന്നു നവകേരള യാത്രയുടെ മുദ്രാവാക്യം. പിണറായി വിജയൻ തന്നെ 1969 ഒരു കൊലപാതക കേസിലെ പ്രതിയായ പിണറായി വിജയൻ എന്ന് പറയുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു നേതാവ് കേരളത്തിൽ ക്രിമിനലുകളോടൊപ്പം നടത്തുന്ന ഒരു നരാധമന്മാരുടെ യാത്രയായിട്ട് കേരളത്തിൻ്റെ നവകേരള യാത്ര മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ നരാധമന്മാർക്ക് പിന്തുണയുമായിട്ട് ക്രിമിനൽ സംഘം കൂടെയുണ്ട്. അതേസമയത്ത് ജനകീയ സർക്കാർ ജനങ്ങൾക്കൊപ്പം എന്ന പിണറായി വിജയൻ്റെ മുദ്രാവാക്യം ജനകീയ ഗവർണർ ജനങ്ങൾക്കൊപ്പം എന്ന നിലയിലേക്ക് കേരളത്തിൽ തിരുത്തിയെഴുതപ്പെട്ടിരിക്കുന്നു. അത് ഈ കേരളം ഇന്ന് നല്ല അർത്ഥത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞു. അതാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് മിഠായി തെരുവിലും മാനാഞ്ചിറ എന്താണ് സ്മൃതി, അതെങ്ങനെയാണ് മനസ്സിലാക്കിയെന്ന് ചോദിക്കുക? കേരളം മുഴുവൻ ഗവർണർക്കൊപ്പമാണെന്ന് ഞാൻ പറഞ്ഞു. അതെ, അത് ഞാൻ പറയാം. അതാണ് കോഴിക്കോട്ട് മിഠായി തെരുവിലും മാനാഞ്ചിറ മൈതാനിയിലും ഒക്കെ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വയോവൃദ്ധർ വരെയുള്ളവർ ആയിരക്കണക്കിന് ആൾക്കാർ ഗവർണറുടെ മുമ്പിൽ കാണിച്ച ആ സൗഹൃദവും ബഹുമാനവും സ്നേഹവും കാണിക്കുന്നത് ഈ കേരളത്തിൽ ജനകീയ ഗവർണർ ജനങ്ങൾക്കൊപ്പം എന്ന മുദ്രാവാക്യമാണ്. അതേസമയം കേരളം എപ്പോഴും അങ്ങനെയല്ലല്ലോ.
ട്രെയിനിനകത്ത് ബോംബ് പൊട്ടുന്ന ക്രമസമാധാന നില കേരളം തകർന്നു കൂടിയല്ലേ ഈ എന്നുള്ളതാണ് കേരളം? ഗവർണറുടെ മനുഷ്യനെ കൊന്നു തിന്നുന്ന ആ മനസ്സിലാക്കം മാറ്റിക്കൊടുത്തതാണ് കോഴിക്കോട്ടെ ജനങ്ങൾ. അതെ അതെ, പക്ഷേ ഈ സമാധാനം നിലനിൽക്കുന്നു എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് 2500 പോലീസുകാരന്മാരുടെ പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഒരു കാലത്ത് വസീഫും കൂട്ടരും പോലീസ് ഞങ്ങൾക്ക് പുല്ലാണേ പുല്ലാണേ എന്ന് വിളിച്ച 2500 പുല്ലിൻ്റെ പിന്തുണയില്ലാതെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? ഏതെങ്കിലും സ്ഥലത്ത് ഇതുപോലെ നടക്കാൻ പറ്റുമോ ഇന്നത്തെ ജനകീയനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഗവർണർ ജനങ്ങളുടെ ഇടയിലേക്ക് പോലീസിനോട് മാറി നിൽക്കാൻ പറഞ്ഞ് എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും മാറ്റിയിട്ട് എൻ്റെ പ്രൊട്ടക്ഷൻ ഇവിടുത്തെ ജനങ്ങളാണ് എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെടാത്ത ഇരട്ടച്ചങ്കുണ്ടെന്ന് പറയാത്ത വാളുകൾക്കിടയിലൂടെ നടന്നു എന്ന് കേമത്വം പറയാത്ത ആ ഗവർണർ ഈ ജനങ്ങളെ, കേരളത്തിലെ ജനങ്ങളെ വിശ്വസിച്ച് മാനാഞ്ചിറം മൈതാനിയിലേക്ക് ഒരു സായം സന്ധ്യയിൽ പോയി ആയിരക്കണക്കിന് ജനങ്ങളുമായിട്ട് ഇടപെട്ട് കൊച്ചു കുഞ്ഞുങ്ങളെ എടുത്ത് ചുംബിച്ച് കടകളിൽ കയറി അവിടുത്തെ സാധനങ്ങൾ വാങ്ങിക്കഴിച്ച് അങ്ങനെ നടന്നു. ഞാൻ വെല്ലുവിളിക്കുന്നു, ഇവിടെ ജനകീയ കോമൻ എന്ന് പറയുന്ന പിണറായി വിജയന് ഏതെങ്കിലും കേരളത്തിന്റെ ഏതെങ്കിലും തെരുവീഥികളിൽ സെനറ്റിലേക്ക് ABP പ്രവർത്തകരെ കയറ്റിയത് വളരെ ശരിയായ നടപടിയാണെന്നാണോ? അതിനുള്ള പിന്തുണയാണോ കോഴിക്കോട് മിഠായി തെരുവിൽ കണ്ടത്? അതാണോ താങ്കളുടെ വ്യാഖ്യാനം? സ്മൃതി, ഞാനൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ ഊഴത്തിൽ തന്നെ എന്നെ കയറി എതിർക്കേണ്ട വല്ല ആവശ്യവും സ്മൃതിക്കുണ്ടോ? ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കിക്കൊണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ? ഞാൻ പറഞ്ഞു വന്നതിന്റെ ഫ്ലോ നശിപ്പിക്കണമെന്ന് സ്മൃതിക്ക് അവസാനമായപ്പോഴേ ഞാൻ പ്രതികരിച്ചുള്ളൂ. താങ്കൾ മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ വളരെ വിശദമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്താ ഇത് കേരളത്തിലെ ജനകീയനായിട്ടുള്ള ഗവർണർ ജനങ്ങൾക്കിടയിലേക്ക് സധൈര്യം ഇറങ്ങുമ്പോൾ ഞാനിവിടുത്തെ പിണറായി വിജയൻ സഖാവിനെ വെല്ലുവിളിക്കുന്നു. റെഡ് വോളണ്ടിയേഴ്സിൻ്റെയും ക്രിമിനലുകളുടെയും ഗുണ്ടകളുടെയും 2500 പോലീസിൻ്റെയും ചുറ്റും നിർത്തിയിട്ടല്ലാതെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാനുള്ള തൻ്റെ ഇടവും ആർജവും ധൈര്യവും അതിനുവേണ്ടിയുള്ള മാനവികതയും പിണറായി വിജയൻ എവിടെയെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. അതിന്ന് കേരളത്തിലുള്ളത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ചോദ്യമുണ്ടല്ലോ കാവ്യവത്കരണത്തെ ഇനി നിങ്ങളുടെ ചോദ്യമുണ്ടല്ലോ ഇവിടെ വസീഫ് ഉൾപ്പെടെ പറഞ്ഞു ഇവിടെ SFI എന്തൊക്കെയോ സമരം ചെയ്യുന്നു എന്ന്. എൻ്റെ വസീഫെ, SFIയുടെ സമരം എത്രയിടത്തോളം കോപ്രായങ്ങളും കോമാളിത്തരവുമാണ് SFIയുടെ ആൾക്കാർ കാണിച്ചു കൂട്ടുന്നതെന്ന് വസീഫെങ്കിലും മാറി നിന്ന് ചിന്തിച്ചാൽ വസീഫിന് മനസ്സിലാവും. നിങ്ങളുടെ സമര നായകനാരാ? നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി അല്ലേ? ആ സംസ്ഥാന സെക്രട്ടറിയല്ലേ ഒരു വനിതാ സഖാവിനെ ഗർഭമുണ്ടാക്കി കൊടുക്കുമെന്ന് പരസ്യമായിട്ട് പറഞ്ഞ നീചനല്ലേ നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി? ആ സംസ്ഥാന സെക്രട്ടറി ഒരു 307 കേസിൽ കൊലപാതക ശ്രമക്കേസിൽ പിടികിട്ടാ പ്രതിയല്ലേ? ആ പിടികെട്ട പ്രതിയായിട്ടുള്ള അവനെയല്ലേ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ പോലീസുകാർ മോനെ മക്കളെ നിന്നെ ഞാൻ കൊണ്ടുപൊക്കോളാം എന്നൊക്കെ പറഞ്ഞ് കോമാളിത്ത വേഷത്തിൽ കൊണ്ടുപോകുന്നത് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയെ തന്നെയല്ലേ? ഇങ്ങനെയുള്ള കോമാളിത്തങ്ങൾ അവതരിപ്പിച്ചിട്ട് ഇതാണ് വിദ്യാഭ്യാസ സമരത്തിന്റെ ആവേശം എന്നൊക്കെ പറയാവുന്ന ഗതികേടിലേക്ക് വസീഫിനെ പോലെയുള്ള വിദ്യാർത്ഥി നേതാക്കൾ അതപ്പതിച്ചോ എന്നുള്ളതിൽ എനിക്ക് വിഷമമുണ്ട്. ഗവർണർക്ക് മിഠായി തെരുവിൽ നടന്നതുപോലെ മുഖ്യമന്ത്രിക്ക് കേരളത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റുമോ എന്നുള്ള വെല്ലുവിളിയാണ് BJPയുടെ ഭാഗത്ത് വരുന്നത്. ശ്രീ വി വസീഫ്, അല്ല നമുക്ക് ഈ ബാക്കി മറ്റേ വിഷയങ്ങളൊന്നും സ്മൃതി ഇവിടെ തുണ്ടുവച്ചെഴുതാനും വാഴക്കുല ഗവേഷണം നടത്താനും സഖാക്കന്മാരുടെ ഭാര്യമാരെ അസിസ്റ്റന്റ് പ്രൊഫസറാക്കാനും കമ്മ്യൂണിസ്റ്റ് വേതാളങ്ങളെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ പിടിച്ചിരുത്തി തകർക്കുന്നതുമാണോ SFIയുടെ രീതി? ഇത് വച്ചുപൊറിപ്പിക്കാൻ ഗവർണർ അനുവദിക്കില്ല. ഈ രാജ്യത്ത് ഇനി മാർക്സിസ്റ്റ് കോമാളിത്തം ഇവിടുത്തെ സർവകലാശാലയും നടത്താൻ അനുവദിക്കില്ല. സർവകലാശാലകൾ നിങ്ങൾ പലതും നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ത്യ മഹാരാജ്യത്ത് സുരേഷ് താങ്കളിലേക്ക് വരാം. വസീഫ് മറുപടി പറയേണ്ടത് ഇനി ഇങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ മറുപടി കിട്ടില്ല, പറയണ്ടേ? വസീഫ്, ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഗവർണറെ പോലെ തെരുവിലിറങ്ങി നടക്കാനാകുമോ? പോലീസിന്റെ സുരക്ഷയില്ലാതെ ഇങ്ങനെ ജനങ്ങൾ ആശ്രയിച്ച് സ്നേഹിച്ച് കൂടെ വരുമോ? അത് ഒന്നാമത്തെ ചോദ്യം. എൻ്റെ ചോദ്യം, പോലീസും DYFIയും ചേർന്ന് നടത്തുന്ന രക്ഷാപ്രവർത്തനം, ആ രക്ഷാപ്രവർത്തനത്തെ നിങ്ങൾ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇന്ന് ആ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങാതിരുന്നത്?
അത് നവകേരള യാത്രയ്ക്കും നേരെയുള്ള സമരമല്ലാത്തതുകൊണ്ടാണോ? എന്തുകൊണ്ടാണ് ഇന്ന് ഡിവൈഎഫ്ഐ അങ്ങോട്ട് ഇറങ്ങണ്ട എന്ന് തീരുമാനിച്ചത്? സ്മൃതി, നിങ്ങൾ ബോധപൂർവമാണോ എന്ന് അറിയില്ല, ഇനിയിപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്ന് അറിയില്ല. ഈ ചോദ്യത്തിൽ എന്ത് പ്രസക്തിയാണുള്ളത്? ഏതെങ്കിലും ഒരു സമരം ഈ UDF BJP പ്രഖ്യാപിച്ചത്, ആ സമരത്തിനെ യഥാർത്ഥത്തിൽ ജനാധിപത്യ രീതിയിൽ അവർ നടത്തുന്ന സമരത്തെ എവിടെയെങ്കിലും ഞങ്ങൾ ആരെങ്കിലും തടയാൻ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ ശ്രമിക്കാറില്ല. പിന്നെ അവിചാരിതമായി എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിക്കാന്നല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി, ഞാൻ പറഞ്ഞോട്ടെ സ്മൃതി, ഇങ്ങനെ ബഹളമാക്കല്ലോ സ്മൃതി. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളെ കൂടെ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇത് കാണിക്കരുത്. അത്രയധികം സമയം കൊടുത്തു. ഞാനും പറഞ്ഞോട്ടെ, ഈ മൂന്ന് പേരും എന്റെ രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കുന്നവരാണ് ഇവിടെ ഉള്ളത്. അത് നല്ല ബോധ്യം എനിക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ചർച്ചയിൽ ഇരിക്കുമ്പോ അല്ലെ ഞാൻ മിണ്ടാതിരിക്കാം. നിങ്ങളുടെ ആംഗ്യവും നിങ്ങളുടെ രൂപവും ഞാൻ നിങ്ങളെ ഞാൻ അതുകൊണ്ട് ഞാൻ കേട്ടതാ പറഞ്ഞത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇല്ല സ്മൃതി, ഞാൻ പറഞ്ഞോട്ടെ. ഓക്കെ, ഞാൻ പറയട്ടെ. അപ്പോ ഇവിടെ ഇപ്പോ സുരേഷൊക്കെ പറയുന്നത് കേട്ടാ തോന്നും നരേന്ദ്രമോദിയും അമിത്ഷായും അല്ല സുരേഷിന്റെ നേതാവ് എന്ന്. ഗുജറാത്ത് കലാപം ഒന്നും ഈ നാട്ടിലല്ല, ഈ രാജ്യത്തല്ല നടന്നത് എന്ന് തോന്നും. ഗുജറാത്ത് കലാപാനന്തരം ചോദിച്ചപ്പോൾ എൻ്റെ വാഹനത്തിൽ ഒരു പട്ടി കുടുങ്ങി എന്നായിരുന്നില്ലേ പറഞ്ഞത്? ഇതൊക്കെ മറന്നുപോയോ നിങ്ങൾ? അതുപോലെ എനിക്ക് ഫീൽ ഇല്ലേ നിങ്ങൾക്ക്? കർഷകരുടെ ഐതിഹാസികമായ സമരം നടന്നത് നമ്മൾ മറന്നോ? ആ സമരത്തിലേക്കായിരുന്നില്ലേ കേന്ദ്രമന്ത്രിയുടെ മകൻ വാഹനമിടിച്ച് കയറ്റിയത്? എത്ര ധിക്കാരമായിരുന്നു കാണിച്ചത്! ആ സമരത്തെ നേരിട്ടതിനെക്കുറിച്ച് നമുക്കറിയുന്നതല്ലേ ഈ രാജ്യത്ത്? എന്നിട്ട് അധികാരം കിട്ടിയെടുത്തെല്ലാം ഈ പ്രതികരിക്കുന്നവരെയും പ്രതിഷേധിക്കുന്നവരെയും എല്ലാം ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന, തച്ച് തകർക്കുന്ന, ഫാസിസ്റ്റ് പ്രവണതയാൽ നയിക്കപ്പെടുന്ന ഈ BJPയുടെ പ്രതിനിധി എന്തൊരു അല്പത്തരമാണ് വിളിച്ചു പറയുന്നത്. നിങ്ങളെയൊക്കെ ഈ കേരളത്തിനറിയാം, കേരളത്തിന് അല്പം വിവേകമുണ്ട്. നിങ്ങളുടെ ഈ അസഹിഷ്ണുതയും അസ്വസ്ഥതയും ഒക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് കോൺഗ്രസ് സഹായിച്ചുകൊണ്ട് നേമത്ത് നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വാങ്ങി സമ്പൂജരാക്കി ഈ കേരളം നിങ്ങളെ മാറ്റിയത്. ഈ കേരളത്തിനകത്ത് RSSനെ കുടിയിരുത്താൻ ജനങ്ങൾക്ക് താല്പര്യമില്ല. അത് സർവകലാശാലയുടെ നേതൃത്വത്തിലായാലും നിയമസഭയുടെ നേതൃത്വത്തിലായാലും ഏതെങ്കിലും പഞ്ചായത്തിന്റെ നേതൃത്വത്തിലായാലും അവിടെയൊന്നും BJPയും RSSും വരരുതേ എന്നാഗ്രഹിക്കുന്നവരാ കേരളത്തിലെ ജനങ്ങൾ. അതുകൊണ്ടാണ് SFIയുടെ സമരത്തിന് വലിയ പിന്തുണ കിട്ടിയത്. അതുകൊണ്ടാണ് SFI ഈ സെനറ്റിലേക്ക് പിൻവാതിലിലൂടെ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും അംഗങ്ങളോടൊപ്പം BJP പ്രതിനിധികളും കടന്നിരിക്കുന്നതിനെ എതിർത്തത്. യഥാർത്ഥത്തിൽ കോൺഗ്രസും പറയേണ്ടത്, ഇപ്പൊ സണ്ണിക്കുട്ടിച്ചേട്ടനെ പോലെയുള്ള വലിയ നിരീക്ഷകൻ, ഈ സീനിയർ മാധ്യമ പ്രവർത്തകനൊക്കെ പറയേണ്ടതും മനസ്സിലാക്കേണ്ടതും 9:4:3 എന്ന പ്രൊപ്പോർഷനിലാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ നിയമിച്ചിരിക്കുന്നത്. 9 BJP പ്രതിനിധികൾ, അതിൽ 2 ABVPയുടെ യൂണിറ്റ് പ്രസിഡന്റുമാർ ഉൾപ്പെടെ. ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ, വിദ്യാർത്ഥി പക്ഷത്ത് നിന്ന് ഒരു വോട്ടെടുപ്പ് നടത്തിയാൽ വിദ്യാർത്ഥികൾ ആട്ടി ഓടിക്കുന്ന ABVPയുടെ പ്രതിനിധികളെ എന്തിനാണ് ഈ സർവകലാശാലയിലേക്ക് കയറ്റിക്കൊണ്ടുവരുന്നത്? അതവിടെ ഇരിക്കട്ടെ. അതോടൊപ്പം 4 കോൺഗ്രസ് പ്രതിനിധികൾ, TJ മാർട്ടിനും രവീന്ദ്രനും ഉൾപ്പെടെ കോൺഗ്രസിന്റെ അധ്യാപക മറ്റ് ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികൾ ഈ പോസ്റ്റിലേക്ക് വരുന്നു, സെനറ്റിലേക്ക് വരുന്നു. ആരിഫ് മുഹമ്മദ് ഖാന്റെ നോമിനിയായി, ഈ സംഗീത് ചാൻസലർ എന്ന് കേരളം വിളിക്കുന്ന ചാൻസലറുടെ നോമിനിയായി കടന്നു വരുന്നു. അതോടൊപ്പം 3 മുസ്ലിം ലീഗുകാർ വരുന്നു. ഒരു മുൻ MSFന്റെ അഖിലേന്ത്യാ സെക്രട്ടറിമാരിൽ ഒരാൾ അബ്ദുൽ കരീം, കൊണ്ടോട്ടിയിലെ യൂത്ത് ലീഗിന്റെ നേതാവ്, ഇതിനകത്ത് വരുന്നു. TPM സാഹിർ എന്ന് പറയുന്ന മുൻ MLAയുടെ മകൻ ഇതിനകത്ത് വരുന്നു. ഫാത്തിമ ടീച്ചർ ഇതിനകത്ത് വരുന്നു. അങ്ങനെ 9:4:3 എന്ന റേഷ്യോയിൽ ഗവർണർ വീതം വെച്ച് കൊടുക്കുന്നു UDFനും BJPക്കും. അതിനെയാ ഞങ്ങൾ എതിർക്കുന്നത്. നമുക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് അതിനുള്ള ചോദ്യങ്ങൾ താങ്കൾക്കും ചോദിക്കാം. ഈ സമരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വരാമെന്ന് ഞാൻ ദയവ് ചെയ്ത് അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞ കാര്യം ഇതാണ്, ചോദ്യം ഇതായിരുന്നു, ഗവർണർക്ക് കേരളത്തിൽ നടക്കുന്നത് പോലെ മുഖ്യമന്ത്രിക്ക് പോലീസ് സുരക്ഷയില്ലാതെ ജനങ്ങൾക്കിടയിലേക്ക് നടക്കാൻ പറ്റുമോ എന്നത് ആദ്യത്തെ ചോദ്യം. അതാ ഞാൻ പറയുന്നത്. ഈ ഗവർണർ യഥാർത്ഥത്തിൽ കോഴിക്കോട്ടേക്ക് സുരക്ഷയില്ലാതെ വരും എന്ന് പറയുമ്പോൾ ഞാൻ കരുതിയത് സത്യത്തിൽ ഇവിടെ അടുത്ത് കുതിരവട്ടമുണ്ട്, അവിടേക്കാണ് വരുന്നതെന്നാണ്.
കാരണം അങ്ങനത്തെ കളിയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം കളിച്ചത്. ഒരു കിളി പോയ കളിയായിരുന്നു. ആ ഗവർണർ വരും എന്ന് കേട്ടപ്പോൾ നമ്മൾ ഇതാ കരുതിയത്, കാരണം സർവകലാശാലയിലാണല്ലോ പ്രക്ഷോഭവും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കോഴിക്കോട്ടേക്ക് വരുന്നതിൻ്റെ തൊട്ട് തലേന്ന് രാത്രി ആ ഗവർണറുടെ കൂടെ ഇരുന്നത് ആരാ? BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, യുവമോർച്ചയുടെ സെക്രട്ടറി, അവിടെ നോമിനേറ്റ് ചെയ്യപ്പെട്ട സെനറ്റ് അംഗങ്ങൾ, ഇവർ കൂടിയിരുന്ന് ഗൂഢാലോചന നടത്തിയിട്ട് പിറ്റേ ദിവസം കോഴിക്കോട്ടേക്ക് വരുമെന്ന് പറയുന്നത്. കോഴിക്കോട്ടേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെയുള്ളത് ആരാ? രഘുനാഥ്, മുൻ BJPയുടെ ജില്ലാ അധ്യക്ഷൻ. മറ്റൊരാളാരാ? വിജയകൃഷ്ണൻ, നിയോജക മണ്ഡലം സൗത്ത് നിയോജക മണ്ഡലം BJPയുടെ പ്രസിഡന്റ്. ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ RSSകാരെയും BJPക്കാരെയും കൂട്ടുപിടിച്ച് ഈ തെരുവിലൂടെ വരാൻ പോവാ. എന്നിട്ട് പോലീസ് ഇല്ലായിരുന്നോ? പോലീസ് ഉണ്ടായിരുന്നു. ചുറ്റും പോലീസ് വലയം സൃഷ്ടിച്ചിട്ടുണ്ട്. അവിടെ എന്തിനാണ് ഈ ഗവർണർ വന്നത് എന്ന് കൂടി ആലോചിക്കണം. ഈ സംഘർഷമുള്ള അല്ലെങ്കിൽ സംഘർഷ അന്തരീക്ഷമുള്ള ഈ സാഹചര്യത്തിൽ ഈ ഗവർണർ മുട്ടായി തെരുവ് പോലെയുള്ള പ്രദേശത്തേക്ക് കടന്നു വരുമ്പോൾ, ഈ ആൾക്കൂട്ടത്തിന്റെ നടുവിലേക്ക് കടന്നു വരുമ്പോൾ ഒരു കടലാസ് ചുരുട്ടി ആരെങ്കിലും ഒന്ന് എറിഞ്ഞിരുന്നെങ്കിൽ ഈ കേരളം ഉത്തർപ്രദേശ് ആക്കുമായിരുന്നു BJP, ഈ കേരളം ഗുജറാത്ത് ആക്കുമായിരുന്നു BJP. മുസാഫർ നഗറിലും ഗുജറാത്തിലും കണ്ടതുപോലെ ഈ കേരളത്തിൽ കലാപം ഉണ്ടാകുമായിരുന്നു സ്മൃതി. അതിനുവേണ്ടിയാ ഈ ഗവർണർ കോപ്പ് കൂട്ടിയത്, അതിനുവേണ്ടിയാ ഈ BJP ഗൂഢാലോചന നടത്തിയത്. ഈ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർന്നു എന്ന് പറയാൻ ഈ ഗവർണർ പോയി മിനിറ്റുകൾക്കകം കോഴിക്കോട് കണ്ട ഐതിഹാസികമായ സമരം ഒന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കണം. മിനിറ്റുകൾക്കകമാണ് കോഴിക്കോട് നഗരത്തിൽ വലിയ പ്രകടനവുമായി CPM കടന്നു വന്നത്, പ്രതിഷേധം അറിയിച്ചത്. കോഴിക്കോടിന്റെ തെരുവുകളിലെല്ലാം ഈ ഗവർണർക്കും ഈ സംഘീയ അജണ്ടകൾക്കുമെതിരെ അറിയിച്ചത്. പിന്നെ മുഖ്യമന്ത്രിയും പറഞ്ഞിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ യൂത്ത് കോൺഗ്രസ് സമരത്തിലെ പ്രസംഗം ആക്രമണത്തിലുള്ള ആഹ്വാനമാണെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രി അപ്പുറത്ത് രക്ഷാപ്രവർത്തനം നടത്തിക്കോളൂ എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ആഹ്വാനമാണ് എന്ന സംശയമാണ് ഉയരുന്നത്. രണ്ട് നേതാക്കളും അവരവരുടെ അണികളെയും അവരവരുടെ പ്രവർത്തകരെയും പ്രീതിപ്പെടുത്താനുള്ള അല്ലെങ്കിൽ അവരെ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു. കലാപാഹ്വാനം ആര് തുടങ്ങി? ഞാൻ പറയട്ടെ സ്മൃതി, ഇവിടെ ഇപ്പം നിങ്ങൾ പറഞ്ഞു ഇവരുടെ സമരത്തിന് മുദ്രാവാക്യം ഉണ്ടായിരുന്നു എന്ന്. ഇവരുടെ സമരം കരിങ്കൊടി കാണിക്കുമെന്ന് സ്മൃതി ഒന്ന് പറഞ്ഞാൽ ഞാൻ അത് കേൾക്കാം. ഈ കല്യാശ്ശേരിയിൽ നിങ്ങൾ പറഞ്ഞ കണ്ണൂരിൽ ഇവർ കരിങ്കൊടി കാണിച്ച് ഇവർക്ക് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി അവർക്ക് സൽക്കാരം ലഭിച്ചതിന് മുമ്പ് ഇവർ പ്രസ്താവിച്ച ഏതെങ്കിലും ഒരു പ്രസ്താവനകൾ കാണിച്ചിരുന്നു? ഞങ്ങളിതാ ഈ നവകേരള സദസ്സിന് അല്ല ഞാനും പറഞ്ഞോട്ടെ അവരെ പിടിച്ചു മാറ്റിയതിനെ ഞാൻ പറഞ്ഞത്. നമ്മളെല്ലാം കണ്ട കാര്യങ്ങളല്ലേ, ചവിട്ടിയല്ലോ ഞാൻ വരുന്നത്. അല്ല ഓക്കെ സ്മൃതി, നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് അതെന്നെ കണ്ടോ? അവരെ പിടിച്ചു മാറ്റിയതാണ്. ആ പിടിച്ചു മാറ്റിയതിന് മുമ്പ് സ്മൃതി കാണിക്ക് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വമോ കോൺഗ്രസിന്റെ നേതൃത്വമോ പറഞ്ഞിട്ടുണ്ടോ ഈ നവകേരള സദസ്സിനെതിരെ അല്ലെങ്കിൽ നവകേരള മാർച്ചിന്റെ ഈ ബസ്സിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഷൂ എറിഞ്ഞതാ. ഞങ്ങൾ കരിങ്കൊടി പ്രതിഷേധവും സമരവും ഉണ്ട് എന്ന് പറയാറുണ്ട്. അല്ലാതെ എങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അല്ലല്ല ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്ന് പറഞ്ഞ് അന്ന് അവര് തന്നെ പറഞ്ഞു ഇന്ന് രാവിലെ എന്തോ നടന്ന സംഭവത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ ആലോചിച്ചു സമരം നടത്തിയത്. നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. പിന്നെ ഷൂ എറിയൽ സമരം ഇവർ ആലോചിച്ചിരുന്നോ? ഇവരെന്തൊക്കെ ചെയ്യുന്ന ആര് കണ്ടു? വിമാനത്തിനുള്ളിൽ കയറി മുഖ്യമന്ത്രിക്കെതിരെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി പറഞ്ഞല്ലോ സ്മൃതി. അല്ല സ്മൃതി, ഉമ്മൻചാണ്ടിയെ ഞങ്ങൾ ശക്തമായി പ്രതിരോധിക്കും, ചെറുത്തു തോൽപ്പിക്കും, തടയും എന്ന് പച്ചക്ക് പറഞ്ഞതാ ഞങ്ങള്. പറഞ്ഞോണ്ടാ ഞങ്ങള് പോയത്. പറഞ്ഞോണ്ടാ അല്ല കല്ലെറിഞ്ഞോ ഇല്ല എന്നുള്ള സമരത്തിന്റെ ഭാഗമായി അത് കല്ലെറിഞ്ഞിട്ടില്ല എന്നാ ഞങ്ങൾ പറയുന്നത്. കല്ല് കോൺഗ്രസ് അല്ല ഷൂ എറിഞ്ഞു എന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു. KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു. നിങ്ങളും കേട്ടതല്ലേ, പച്ചക്കുണ്ടല്ലോ, വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയാ. KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു ഇനി മുതൽ കണ്ടത് ടെസ്റ്റ് ഡോസ്. അല്ല നടന്നതിന് ശേഷം ഇവർ പറയുന്നത്. അല്ല സ്മൃതി, ഞാൻ പറയട്ടെ, നിങ്ങൾ ഇത് വെറുതെ അങ്ങനെ ഇടയ്ക്കേറി പറയല്ലേ.
ഷൂ എറിഞ്ഞതിന് ശേഷം KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു, ഇനി മുതൽ ഷൂ എറിയൽ സമരമാണ് കേരളത്തിൽ കാണാൻ പോകുന്നത് എന്ന്. കരിങ്കൊടി കാണിച്ചതിന് ശേഷം യൂത്ത് കോൺഗ്രസ് പറഞ്ഞു, ഇനി മുതൽ കരിങ്കൊടി പ്രതിഷേധമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന്. നാളെ ഇവർ കല്ലെറിയുകയോ ബോംബെറിയുകയോ ചെയ്താൽ ഇവർ പറയും, ഇനി മുതൽ കല്ലെറിയലും ബോംബെറിയലുമാണ് ഇവിടെ നടക്കാൻ പോകുന്ന സമരം എന്ന്. അങ്ങനെ ഇവരെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഒളിച്ചിരുന്ന് എന്തെങ്കിലും അപകടം മുഖ്യമന്ത്രിക്ക് സംഭവിച്ചു കഴിഞ്ഞിട്ടാണ് ഇവരുടെ പ്രഖ്യാപനം വരുന്നത്. അങ്ങനെ അതിന് കാത്തു നിൽക്കാൻ പറ്റുമോ? ഇങ്ങനെ നിങ്ങൾ എന്താ പറയാ, ഈ മുഖ്യമന്ത്രിക്ക് നേരെ ഒരു അക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ സുരക്ഷാ സംവിധാനം പോലീസും ഞാനൊന്ന് പറയട്ടെ. ഇപ്പൊ ഗൺമാനെ കുറിച്ച് പറഞ്ഞു, ഞാൻ പറഞ്ഞോട്ടെ, ഞങ്ങളൊരു സേനയായും പ്രവർത്തിക്കുന്നില്ല. ഞങ്ങൾ ഈ കേരളത്തിനകത്ത് കോവിഡ് കാലത്ത്, നിപ്പ കാലത്ത്, പ്രളയകാലത്ത് പ്രവർത്തനത്തിനൊക്കെ കൊടുത്ത സംഘടന ഞങ്ങള്. ജീവൻ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നവരാണ്. അപ്പൊ ഈ വാഹനത്തിന് മുമ്പിലേക്ക് കയറി വരുന്നവരെ പിടിച്ചു മാറ്റുക എന്നുള്ളതും ജീവൻ രക്ഷാപ്രവർത്തന, അതും ജീവൻ രക്ഷാപ്രവർത്തന. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ഈ പ്രളയകാലത്തും നിപ്പ കാലത്തും മനുഷ്യരെ ചേർത്ത് നിർത്തി അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് പോലെ ഈ കോൺഗ്രസ്സുകാർ വാഹനത്തിന് മുമ്പിൽ ചാടി മരിക്കുന്നതിൽ നിന്ന് അവരെ പിടിച്ച് രക്ഷപ്പെടുത്തുക എന്നുള്ള പ്രവർത്തനത്തിനാണ് നേതൃത്വം കൊടുത്തത്. അതാ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാ ഇനിയും ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവരങ്ങനെയല്ല. ഇവർ ഈ കേരളത്തിൽ അപകടം വരുത്തുക, നിങ്ങളും ആഘോഷിക്കും, നിങ്ങളുടെ ചാനലും ആഘോഷിക്കും. മുഖ്യമന്ത്രിക്ക് നേരെ ഒരു അക്രമം വന്നാൽ അതിനെ നിങ്ങൾ ആഘോഷപൂർവ്വം സ്വീകരിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾ പറയാം, എന്നിട്ട് നിങ്ങൾ അപ്പൊ പറയും നിങ്ങൾ പറയും പോലീസാണ്, പോലീസ് എവിടെ, ഗവൺമെന്റ് എവിടെയാണ്? രണ്ട് കാലുമില്ലാത്ത ആളെ ഒന്നും അങ്ങനെ ഒരു ആസൂത്രിതമായി പോയി ആക്രമിച്ചതൊന്നല്ലല്ലോ. ഈ വാഹനത്തിന്റെ മുന്നിലേക്ക് ചാടി വന്ന ഒരാളെ പോലീസ് പിടിച്ചു കൊണ്ടുപോവുക. ആ പോലീസ് ഒരു ആൾക്കൂട്ടത്തിന് മുമ്പിൽ ഒരാൾ നിൽക്കുമ്പോൾ ഏതോ ഒരു കക്ഷി അദ്ദേഹത്തെ ആക്രമിക്കാൻ വരുന്നതിന്റെ ഒരു ചിത്രം നിങ്ങൾ കാണുമ്പോൾ ഞാനും കണ്ടു. അത് ആരായാലും, ഇത് കാലുള്ള ആളായാലും കാലില്ലാത്ത ആളായാലും അവരെ ഒന്നും ആക്രമിക്കാൻ പാടില്ല എന്നുള്ള നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ഞാൻ ഇന്നും അത് പത്രസമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞു, ആക്രമിക്കണമെന്നില്ല. ഈ കേരളത്തിന്റെ സ്വൈരജീവിതം നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹമുള്ളത്. അങ്ങനെയുള്ളവർ സമരത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്നാണ് അതാണ് EP ഉദ്ദേശിച്ചതും ഇത് തന്നെയായിരിക്കും. EP ഉദ്ദേശിച്ചത് ഇതാണ് സ്മൃതി, EP ഉദ്ദേശിച്ചതും ഇത് തന്നെയാണ്. കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ ഇതുപോലെ ആരെങ്കിലും ഒക്കെ ഇറക്കി വിട്ട് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് അതിലൊരു വൈകാരിക തലം ഉണ്ടാക്കുക, അതൊക്കെ ഇവരുടെ ഉദ്ദേശം. അതൊക്കെ ഇവരുടെ ഉദ്ദേശം. അതിനുവേണ്ടി ഇവർ പരിശ്രമിക്കുന്നത്. കേരളത്തിൽ സഞ്ചരിക്കുന്ന സെക്രട്ടേറിയറ്റായി നീങ്ങുകയാണ് എന്നുള്ളതാണല്ലോ സർക്കാർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ജനങ്ങളെ കാണുമ്പോൾ എതിർ ശബ്ദങ്ങൾ കേൾക്കേണ്ടതില്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. അത് അതിഥികളായി വരുന്നവരോട് പോലും ആ രൂപത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ കണ്ടതാണ്. പക്ഷെ പ്രതിപക്ഷം ഈ വിഷയത്തിൽ എടുക്കേണ്ട നിലപാടുകൾ, പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ താങ്കൾ ഈ 32-ാം ദിവസത്തെ പ്രതിഷേധത്തെ എപ്പോൾ വേണമെങ്കിലും അവർ പ്രതിഷേധിക്കട്ടെ എന്ന് താങ്കൾ പറഞ്ഞു, അവരുടെ സ്വാതന്ത്ര്യം ശരിയാണ്. പക്ഷെ ആ പ്രതിഷേധം ഈ വാക്കിലേയുള്ളൂ, ആക്ഷനിലില്ല എന്ന് പറഞ്ഞത് നമ്മളാരുമല്ല, മാധ്യമങ്ങളല്ല, കെ മുരളീധരനാണ് പറഞ്ഞത്. അതിനു മുമ്പ് ഹൈക്കമാൻഡാണ് പറഞ്ഞത്, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം, ഇങ്ങനെ പ്രസ്താവന യുദ്ധം നടത്തിയാൽ പോരാ എന്ന്. സ്മൃതി, വാസിഫ് ഇതുവരെ പറഞ്ഞത് കാര്യങ്ങൾ മുഴുവൻ ആ സൽക്കാരം എന്നുള്ളൊരൊറ്റ പ്രയോഗത്തിലൂടെ റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വാസിഫ് വളരെ നന്നായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് ആ സൽക്കാരം, കല്യാശ്ശേരിയിൽ ഞങ്ങൾ കൊടുത്ത സൽക്കാരം എന്ന് പറയുമ്പോൾ DYFI എന്താണ് ഉദ്ദേശിച്ചത്, DYFI എന്താണ് താല്പര്യപ്പെട്ടത്, അതനുസരിച്ച് ഞങ്ങളൊരു സൽക്കാരം കൊടുത്തു എന്ന് തന്നെയാണ് പറഞ്ഞു. ഇനിയും കൂടുതൽ വാസിഫെ ദയവ് ചെയ്ത് പിണറായി വിജയൻ പറഞ്ഞത് ഇതൊരു രക്ഷാപ്രവർത്തനമായിരുന്നു. അതായത് നിപ്പ ഉണ്ടായപ്പം അല്ലെങ്കിൽ പ്രളയമുണ്ടായപ്പം ആളുകളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചതുപോലെ ഞങ്ങളിങ്ങനെ ചേർത്ത് പിടിച്ചതായിരുന്നു എന്നൊന്നും അങ്ങ് പറഞ്ഞ് കളയരുത്. നിങ്ങളെ ഒരു ചെറുപ്പക്കാരൻ, ഒരു ഭിന്നശേഷിക്കാരൻ, അദ്ദേഹത്തിൻ്റെ ഭിന്നശേഷി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ 2 കാലുകൾ സ്വാധീനമില്ല എന്നുള്ളതാണ്. അദ്ദേഹം നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ കാറിൻ്റെ അല്ലെ വണ്ടിയുടെ മുന്നിലേക്ക് എടുത്തു ചാടിയെന്നാണോ താങ്കൾ പറയുന്നത്?
താങ്കൾ അങ്ങനെയാണോ ചിത്രീകരിക്കുന്നത്? താങ്കളുടെ കൺവീനർക്ക് എന്തും പറയാം, വാസിഫ് അങ്ങനെ പറയരുത്. വാസിഫിനോട് വാസിഫിനെ കുറിച്ച് കേൾക്കെ, വാസിഫിനെ ദയവേത് ഞാൻ ആരുടെ ഇടയ്ക്കില്ലേ എടുത്തു ചാടി എന്നൊക്കെ പറഞ്ഞു. എടുത്തു ചാടി അങ്ങനെ പറയല്ലേ. എടുത്തു ചാടി എന്നല്ലേ അദ്ദേഹം എവിടെ ഉണ്ടായിരുന്നത്? അദ്ദേഹം എന്ത് സമരത്തിനാണ് നേതൃത്വം കൊടുത്തത്? നിങ്ങൾ അത് പറഞ്ഞാൽ ശാരീരിക ആവശ്യകതകൾ പറയണോ? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയെ ആ അദ്ദേഹത്തിന്റെ വൈകാരികമായി ചിത്രീകരിച്ച് അതിന്റെ സെന്റിമെന്റ്സ് വാങ്ങാൻ എന്തിനാ അതിന് പോകുന്നത്? സമരം ചെയ്യുന്നവരായിട്ട് കാണ്, അതല്ലേ വേണ്ടത്? അദ്ദേഹത്തിന്റെ ശാരീരിക ആവശ്യകതകളെ യൂത്ത് കോൺഗ്രസ് പറയുന്നത് ശരിയാക്കാം. നിങ്ങൾ ഇങ്ങനെ അതല്ലല്ലോ പറയേണ്ടത്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാ, അതിന്റെ ഭാഗമായിട്ടാ തെരുവിൽ സമരത്തിന് വന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ശാരീരിക ആവശ്യകതകളെ മാത്രം മുൻനിർത്തി അദ്ദേഹത്തെ ആക്രമിച്ചു എന്ന് പറയും. എന്നാൽ നാട്ടിലാകെ ഇങ്ങനെയുള്ളവരെ മാത്രം ഇറക്കിയിട്ട് അവരോട് എന്തെങ്കിലും ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യണം പറഞ്ഞാൽ അവരൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാ? അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാ? ഞങ്ങളെ കൂട്ടിലും ഇതുപോലെ അവശരായിട്ടുള്ള എത്ര പേരുണ്ട്? അവരൊക്കെ ഞങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ശാരീരിക അവശതകളുള്ള, പ്രതിസന്ധിയുള്ള, പ്രയാസമുള്ള ഒക്കെ ആളുകളില്ലേ? അവരൊക്കെ തെരുവിലിറങ്ങി നാളെ VD സതീശനെ അങ്ങ് കൈകാര്യം ചെയ്താൽ അത് നിങ്ങൾ നോക്കി നിൽക്കുക ചെയ്യാം? കേരളം നോക്കി നിൽക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നും പറയരുത്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാ. ആ അഭിമാനത്തോടു കൂടി അദ്ദേഹം സമരത്തിൽ വരുന്നത്. ആ സമരത്തെ പോലീസ് കൊണ്ടുവന്നത്. എനിക്ക് സംസാരിക്കാവോ? ശ്രീ സണ്ണിക്കുട്ടി സംസാരിക്കട്ടെ. അല്ല എന്നാ പിന്നെ ശ്രീ വാസിഫ് അങ്ങ് സംസാരിക്കട്ടെ. എനിക്ക് കോൺഗ്രസ് എനിക്കുണ്ട്. ഭിന്നശേഷിക്കാരനാണെന്ന് പറഞ്ഞത് ഞാൻ കോൺഗ്രസ്സുകാരനല്ലെന്ന് പറഞ്ഞ അവകാശം എനിക്കുണ്ട്. എനിക്ക് കോൺഗ്രസ് ആണ്. എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഭിന്നശേഷിക്കാരനായതുകൊണ്ട് അദ്ദേഹത്തെ ഒരാളും അടിച്ചിട്ടില്ല. അദ്ദേഹത്തെ ഒരാളും ഭിന്നശേഷിക്കാരനായതുകൊണ്ട് അടിച്ചിട്ടില്ല. ഒരു ഭിന്നശേഷിക്കാരനെയും ഏതൊരു മനുഷ്യനെയും അടിക്കരുത് എന്നാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷെ നിങ്ങൾ ബോധപൂർവ്വം കാത്തിരിക്കുക. നിങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സൽക്കാരത്തെ കുറിച്ച് പറഞ്ഞത് വസീഫാണല്ലോ. ഇനി ശ്രീ സണ്ണിക്കുട്ടി സംസാരിക്കട്ടെ. എവിടെയെങ്കിലൊക്കെ ജനാധിപത്യം നടക്കട്ടെ. സമരവും നടക്കില്ല, സംസാരവും പാടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവാ? ഞങ്ങൾ പറഞ്ഞത് എവിടെയെങ്കിലൊക്കെ നടക്കട്ടെ. വസീഫ് ഒന്ന് കേൾക്കൂ. വാസിഫ് ഇത്ര ആവേശം കൊള്ളുന്നത്? ഞാൻ നിങ്ങൾക്ക് ഇത്ര ആവേശം കൊള്ളാനും എന്നെ ഇത്രയും പറഞ്ഞു പറയാനും മാത്രം ഒന്നും ഞാൻ പറഞ്ഞില്ല. ഞാനൊരു തെറ്റ് പറഞ്ഞു പോയി. സണ്ണിക്കുട്ടി എബ്രാഹിമിന്റെ സമയമാണ്. വസീഫ് ഒരു ദയവ് ചെയ്ത് ഒന്ന് ക്ഷമിക്കൂ. ഒന്ന് കേട്ട ശേഷം മറുപടി പറഞ്ഞോളൂ. താങ്കൾക്ക് സമയം തരുമല്ലോ. ശ്രീ സണ്ണിക്കുട്ടി പറഞ്ഞോളൂ. വാസിഫ് എന്തിനാ എന്നെ ഈ തേർഡ് റേറ്റ് ആണെന്നൊക്കെ പറയാനും മാത്രം ഞാൻ നിങ്ങളോട് എന്ത് പറഞ്ഞു? ഞാൻ ഒരു തെറ്റ് പറഞ്ഞു, ഒരബദ്ധം പറഞ്ഞു പോയി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു എനിക്ക് നിങ്ങളോടുള്ള വ്യക്തിപരമായ കോൺഗ്രസ്സുകാരന്റെ ന്യായീകരണം പോലെ ആകരുത് എന്നേ പറഞ്ഞുള്ളൂ. ശരി ശരി. ഇനി കുറച്ച് സമയം നിശബ്ദനായിരിക്കും വസീഫ്. ദയവ് ചെയ്ത് അദ്ദേഹം പറയട്ടെ. പറഞ്ഞ ശേഷം പ്രതികരിക്കാമല്ലോ. ഈ വാസിഫിന് ഈ ചർച്ച വല്ലാതങ്ങ് കൊണ്ടതുപോലുണ്ട്, വല്ലാതങ്ങ് നൊന്തതുപോലുണ്ട്. വാസിഫ്, ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു പോയി. ഞാൻ നിങ്ങളോടുള്ള പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിലും നിങ്ങളുമായി പല ചർച്ചകൾ ഇരുന്നതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് താങ്കൾ വളരെ മാന്യമായി സംസാരിക്കുന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ താങ്കൾ അതിനെ തെറ്റിദ്ധരിച്ചു. കാരണം താങ്കൾ ധാർഷ്ട്യമില്ലാത്ത മാന്യനായ ഒരാളാണ് എന്ന് സണ്ണിക്കുട്ടി അബ്രാഹിമിനെ പോലെ ഒരാൾ പറഞ്ഞാൽ താങ്കളുടെ പാർട്ടിയിൽ താങ്കൾക്കത് ദോഷകരമാകുമോ എന്നോ മറ്റൊരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നോട് നിങ്ങളിങ്ങനെ യാതൊരു ന്യായവുമില്ലാതെ എടുത്തു ചാടി ഈ പറയുന്നത്. ഞാൻ പറഞ്ഞെന്താ, ഞാൻ ആ ഭിന്നശേഷിക്കാരനായ ചെറുപ്പക്കാരൻ്റെ സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞിട്ട് എനിക്ക് കാര്യമില്ല. നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് ഈ വാഹനത്തിന് മുമ്പിലേക്ക് എടുത്തു ചാടുന്നു. നിങ്ങളുടെ MP ഗോവിന്ദൻ മാഷാണ് പറഞ്ഞത് ആത്മഹത്യാ സ്ക്വാഡ്. താങ്കളുടെ പല നേതാക്കന്മാരും ഈ ആത്മഹത്യാ സ്ക്വാഡ് എന്ന ഒരു പദം പ്രയോഗിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് ഈ മനുഷ്യൻ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുമ്പിൽ എടുത്തു ചാടി ആത്മഹത്യ ചെയ്യാൻ വന്നോ? അയാളെ തല്ലിയതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അയാളെപ്പോലും തല്ലിയതിനെക്കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് വാസിഫെ ഇത്ര വലിയ ദേഷ്യം വരുന്നത്? താങ്കൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വാചകം കൂടെ ആവർത്തിക്കുക. ആ ഒറ്റ സൽക്കാര പ്രയോഗത്തിൽ ഞാൻ
പൂച്ചട്ടി സർക്കാർ എന്ന് പറഞ്ഞില്ല. ആ സർക്കാരുമെന്ന് പറഞ്ഞെടുത്ത് നിങ്ങളുടെ മനസ്സിലെ ചിന്ത, നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ അജണ്ട വളരെ കൃത്യമായിട്ട് മനസ്സിലാകുക. ഇവിടെ ഇപ്പോൾ സ്മൃതി പറഞ്ഞു പിന്നെ പരാതികൾ കേട്ട് പരാതികൾ പരിഹരിച്ചിങ്ങോട്ട് അജിമോനെ സംരക്ഷിച്ച് പോലീസ് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ. അതെ, ആ നോക്ക്, ആ ചെറുപ്പക്കാരനെ ആ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുന്നത് കണ്ടേ. എവിടെയാണുള്ളത്? സ്മൃതി നമ്മുടെ ആളുകളൊന്ന് കാണട്ടെ. അതെ, വസീഫ് ഒന്ന് കണ്ണു തുറന്ന് നോക്കൂ. വസീഫ് കണ്ണു തുറന്ന് നോക്കൂ. ആ മനുഷ്യൻ ബസ്സിന് തൊട്ടടുത്ത പുറകിൽ വാഹനം വരിക. അതിനെന്താണെന്നേ നിങ്ങളുടെ ബസ് എന്താ സ്വർണം കൊണ്ട്, നിങ്ങളുടെ ബസ് സ്വർണം കൊണ്ടുണ്ടാക്കിയതാ? നിങ്ങളുടെ ബസ് സ്വർണം കൊണ്ടുണ്ടാക്കിയതാ ആണോ? നിങ്ങൾക്ക് ഗവർണറുടെ കാറിൽ ഇടിക്കാം, ഡിവൈഎഫ്ഐക്കാർക്കും എസ്എഫ്ഐക്കാർക്കും കാറിൽ ഇടിക്കാം. നിങ്ങൾക്ക് ഗവർണറെ അറ്റാക്ക് ചെയ്യാം. അപകടം സംഭവിക്കും. അതിനുള്ളിൽ കയറി അപകടം സംഭവിക്കും സണ്ണിക്കുട്ടി സർ. അതിനുള്ളിൽ കയറി അപകടം സംഭവിക്കും. അതുകൊണ്ടാണ് പിടിച്ചു മാറ്റുന്നത്. നിങ്ങളല്ലേ പിടിച്ചു മാറ്റുകയല്ല സാർ, ഫുൾ എനർജി എടുത്ത് അതെന്താണെന്നേ അദ്ദേഹം അല്ലല്ലല്ല പിടിച്ചു മാറ്റുന്ന അവിടെ കാണുന്നത് സാർ. അദ്ദേഹം അറിയാതെ സംഭവിച്ചിട്ടുണ്ട്. അതിന് നമ്മളാരും ന്യായീകരിക്കുന്നില്ല. അതിനെ ഞങ്ങൾ ആരും ന്യായീകരിക്കുന്നില്ല. പക്ഷെ ഈ ഭിന്നശേഷിക്കാരൻ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി എന്തിനാ ആ ബസ്സിന് മുമ്പിൽ ചാടുന്നത്? സ്വാഭാവികമായിട്ട് പോലീസ് പിടിച്ചു മാറ്റൂലേ? മതിയായോ? നിർത്തിയെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ഈ വാഹനത്തിന് മുമ്പിൽ ചാടി മരിക്കരുത് എന്ന് കരുതിയിട്ടാ. പിന്നെ നിങ്ങൾ പറഞ്ഞു സുധാകരനില്ലേ, സുധാകരൻ ഇവര് നിങ്ങൾക്ക് കുഴപ്പമൊന്നും സുധാകരൻ ചോദിച്ചതാ. വസീഫ് ഒന്ന് നിൽക്കൂ, ഒന്ന് സണ്ണിക്കുട്ടി എബ്രഹാം പൂർത്തിയാക്കട്ടെ. സുരേഷിലേക്കും പോകേണ്ടതുണ്ട്. താങ്കൾക്ക് സമയം തരുന്നുണ്ടല്ലോ. ശ്രീ സണ്ണിക്കുട്ടി പൂർത്തിയാക്കും. അല്ല ഈ സ്മൃതി, ഇത് ഈ ശ്രീ വാസിഫിന് എന്ത് പറ്റിയെന്ന് ഞാൻ ഇങ്ങനെ ഈ വാസിഫിനെ കണ്ടിട്ടില്ലല്ലോ. ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ, അയാൾ ഭിന്നശേഷിക്കാരൻ, അയക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിക്കൂടെ? അയക്ക് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുമ്പിൽ പ്രതിഷേധിച്ചുകൂടെ? അയക്ക് ഒരു കരിങ്കൊടി കാണിച്ചുകൂടെ? മുദ്രാവാക്യം വിളിച്ചുകൂടെ? അല്ലാതെ അദ്ദേഹത്തിൻ്റെ കാറിന് അകത്തെ കാര്യം കയറാൻ ശ്രമിച്ചോ? അങ്ങനെ കയറാൻ സാധിക്കുമോ? നിങ്ങൾക്ക് ഗവർണറെ റോഡിൽ തടയാം, അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കാം. ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല, അറ്റാക്കാൻ ശ്രമിക്കാം. അതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ ഭിന്നശേഷി, നിങ്ങൾ ഇനി ദയവ് ചെയ്ത് പറയുന്നത് പ്ലീസ് നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് ഇത് ചെയ്യരുത്. ഒരു കുറഞ്ഞ മിനിമം പ്രതിപക്ഷ ബഹുമാനം കാണിക്കണം. നിങ്ങളുടെ അപ്പുറത്തിരുന്ന് സംസാരിക്കുന്നത് ഒരു തേർഡ് റേറ്റ് കോൺഗ്രസ്സുകാരനെ പോലാണെന്ന് താങ്കൾക്ക് തോന്നിയാലും ആയിക്കോട്ടെ. പക്ഷേ ആ പ്രതിപക്ഷത്തിരിക്കുന്ന ആളിനോട്, വസീഫിനെ പോലെ ഒരാൾ അല്പം പ്രതിപക്ഷ ബഹുമാനമൊന്നും ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ എന്നെ ബഹുമാനിക്കണ്ട. പ്രതിപക്ഷ ബഹുമാനം കാണിക്കാൻ താങ്കൾ തയ്യാറാകണം. താങ്കൾ കുറേ നേരമായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പെർഫോമൻസ് ഉണ്ടല്ലോ, ഈ പ്രകടനം, അത് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളത് മനസ്സിലാക്കണം. മറ്റുള്ളവരാരും അത്ര മണ്ടന്മാരാണെന്ന് വിചാരിക്കരുത്. താങ്കൾ എന്തിനാണ് ഇത്ര ആവേശം കൊടുക്കുന്നത്? ഇത് സ്മൃതി പറഞ്ഞൊരു വാചകമുണ്ടല്ലോ, പിടിച്ചു മാറ്റുകയല്ല, ചവിട്ടി മാറ്റുകയാണ്. അത് പ്രത്യേകം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വിഷുവിൽ അത് പ്രത്യേകം മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനെ നിങ്ങൾ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? യൂത്ത് കോൺഗ്രസ്സുകാരനായതുകൊണ്ട്, അയാൾ ഭിന്നശേഷിക്കാരനായതുകൊണ്ട് തെരുവിലിട്ട് മുഖ്യമന്ത്രിയുടെ കാർ അതുവഴി വാഹനം പോകുന്നത് കൊണ്ട് അയാളെ തെരുവിലിട്ട് ചവിട്ടാവുന്നതാണോ? നിങ്ങൾക്ക് ആരാ ഇതിന് അധികാരം തന്നത്? നിങ്ങളുടെ പോലീസിനാരാ അധികാരം കൊടുത്തത്? നിങ്ങളുടെ ഗൺമാനാരാ അധികാരം കൊടുത്തത്? ഇതൊക്കെ ചോദിക്കുന്ന ഉടനെ ദയവ് ചെയ്ത് മറ്റുള്ളവരുടെ അഭിപ്രായം, അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ എന്നെ നിങ്ങൾ സംസാരിക്കാൻ അനുവദിച്ചിട്ടില്ല. ഞാൻ നിങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗിയോ എതിരാളിയോ അല്ല. എനിക്കെൻ്റെ നിലപാടുണ്ട്, ഞാൻ പറയും. താങ്കൾ പറഞ്ഞതുപോലൊന്നുമല്ല.
ഈ യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ ഇതിനോട് സഹകരിക്കില്ല എന്ന് UDF പറഞ്ഞിരുന്നു. ഇതിനെ പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇത് ദുർച്ചെലവ് നടത്തുകയാണെന്ന് പറഞ്ഞിരുന്നു. ഈ യാത്രയെപ്പറ്റി അവർക്ക് വിമർശനങ്ങളുണ്ട്. ആ വിമർശനം ഉള്ളത് കൊണ്ട് തന്നെ അവർ പ്രതിഷേധിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ കരിക്കുരി കാണിച്ചിട്ടുണ്ടാവും. അപ്പോഴാണ് നിങ്ങളുടെ സൽക്കാരം. അങ്ങനെ നിങ്ങൾക്ക് ആളുകളെ സൽക്കരിക്കാനൊന്നും വാസിഫെ താങ്കളുടെ പ്രസിഡൻ്റായ സംഘടനയ്ക്കാരും അധികാരം തന്നിട്ടില്ല. അങ്ങനെയൊന്നും ചിന്തിക്കുകയും വേണ്ട. ഞാനിങ്ങനെ സംസാരിക്കാൻ ആഗ്രഹിച്ചതല്ല. ഇത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരധികാരവും യൂത്ത് കോൺഗ്രസ്സുകാരനില്ലാത്ത ഒരധികാരവും DYFIക്കാരന് തന്നിട്ടില്ല. പോലീസുകാർക്കുള്ള അധികാരമുണ്ട്, ഗവൺമെൻറ് അധികാരം കൊടുത്തിട്ടില്ല. നിങ്ങൾ കുതിരവട്ടത്തെ ഗവർണർ പോയെന്ന് പറയുന്നു, മനോനില തെറ്റാണെന്ന് പറയുന്നു, പ്രതിപക്ഷ നേതാവിന് മനോനില തെറ്റാണെന്ന് പറയുന്നു. നിങ്ങൾക്കിതെല്ലാം പറയാം, മറ്റാരെക്കുറിച്ചും പറയാൻ പാടില്ല. ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ പരാതികൾ കേട്ട് പരിഹരിച്ച് വരികയാണെന്ന്. കോട്ടയത്ത് പാലായിൽ നടന്നത് എന്താണെന്ന് എല്ലാവരും ചർച്ച ചെയ്തതാണല്ലോ. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഘടക കക്ഷിയുടെ നേതാവ് 3 ആവശ്യങ്ങൾ പറഞ്ഞതിന് ആ മനുഷ്യനെ ആക്ഷേപിച്ചത് ആരാണ്? ഇതാണോ നിങ്ങളുടെ ജനസദസ്സ്? ഇങ്ങനെയാണോ കാര്യങ്ങൾ നടത്തേണ്ടത്? ഇന്ന് ഈ പരിപാടിക്ക് തൊട്ട് മുമ്പ് റിപ്പോർട്ടർ ചാനലിൽ അവരുടെ ജനസദസ്സിനെ കുറിച്ചുള്ള പ്രോഗ്രാം ഞാൻ കാണുകയായിരുന്നു. അതിലെൻ്റെ ആങ്കർ പറയുന്നത് 10% മാത്രമാണ് പരാതികൾ പരിഹരിച്ചിട്ടുള്ളതെന്ന്. 10% പരാതി പരിഹരിക്കാനാണോ ഈ കോടിക്കണക്കിന് രൂപ മുടക്കി? നിങ്ങളുടെ ഓരോ തീരുമാനങ്ങളെയും കോടതി റദ്ദാക്കിയല്ലോ. ശരി. നിങ്ങൾ പണപ്പിരിവ്, നിങ്ങളുടെ സ്കൂളിന് മതിലിടിച്ചത്, നിങ്ങളുടെ ക്ഷേത്രത്തിൽ പരിപാടി നടത്താൻ പോയത്, ഇതെല്ലാം കോടതി ഇടപെട്ടല്ലോ. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരി, ശ്രീ എസ് സുരേഷ്, ഇപ്പോൾ അതുകൊണ്ട് പ്രതിഷേധം ഉയരും. അല്ല, എതിരഭിപ്രായം ഉണ്ടാകുമ്പോൾ വാസിബിനെ പോലെ ആളുകൾ, ഞാൻ ആദ്യം പറഞ്ഞത് ഞാൻ ഇതുവരെ പിൻവലിച്ചിട്ടില്ല, എനിക്കിപ്പോഴും എൻ്റെ അഭിപ്രായം നിങ്ങളെക്കുറിച്ച് അതാണ്. പക്ഷെ ഇന്ന് നിങ്ങൾ എന്നോട് കാട്ടിയത് അങ്ങേയറ്റം ഒരു സുജനമര്യാദയില്ലാതെ ആണ് എന്ന് എനിക്ക് പറയേണ്ടി വരുന്നു. സുരേഷ്, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യ ആസൂത്രകനാണ് കലാപത്തിന്റെ എന്നാണ് മന്ത്രിമാരാണ് പറയുന്നത്. ഇന്നിപ്പോൾ 2 മന്ത്രിമാർ സംയുക്തമായി വാർത്താക്കുറിപ്പിറക്കിയിരിക്കുകയാണ്, V ശിവൻകുട്ടിയും ആന്റണി രാജുവും. അങ്ങനെ വാർത്താക്കുറിപ്പിറക്കി പ്രതികരിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തുകയാണോ? അപ്പുറത്ത് ഒരു സമരം നടക്കുമ്പോഴേക്കും ഈ രൂപത്തിൽ അത് കലാപാഹോരമാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? സ്മൃതി, ഇവിടെ എനിക്ക് മറ്റൊരു വശം കൂടെ പറയാനുണ്ട്. പക്ഷെ അതിനു മുമ്പ് വസീഫ് പറഞ്ഞതിന് ഒരു ഉത്തരം കൊടുത്തിട്ട് ഞാൻ കൂടുതൽ സമയമൊന്നും എടുക്കുന്നില്ല, നിങ്ങളുടെ പരിമിതി എനിക്കറിയാം. ഒന്ന്, വസീഫെ, ഞങ്ങൾ ഈ ABVPയും BJPയും പോലെയുള്ള സംഘടനകൾ ഇന്ന് വസീഫിൻ്റെ പാർട്ടിയേക്കാൾ, വസീഫിൻ്റെ സംഘടനയേക്കാൾ 1000 മടങ്ങ് വലിപ്പമുള്ള ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ വലിയ സംഘടനകളാണ്. ഞങ്ങളെ ഇവിടെ സംപൂജ്യമാക്കി എന്ന് നിങ്ങൾ പറയുന്നു. ഞങ്ങളെ സംപൂജ്യമാക്കിയത് മുരളീധരനുമായിട്ട് കോൺഗ്രസും CPMഉം ചേർന്നാണ് നേമത്ത് ഞങ്ങൾക്കുണ്ടായിരുന്ന MLAയെ നിങ്ങൾ പുറത്താക്കിപ്പിച്ചത്. ഇവിടെ സ്മൃതിയുടെ ചോദ്യം കൂടെ ഞാൻ ഇതിനോടൊപ്പം ചേർത്ത് പറയാം. ഇവിടെ VD സതീശൻ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒന്ന് ചെയ്യേണ്ടത്, ഇന്നലെ ഈ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരെ ഇവിടെ പട്ടിയെപ്പോലെ DYFIക്കാർ തെരുവിലിട്ട് അടിക്കുമ്പോഴാണ് ഈ യെച്ചൂരി എന്ന് പറയുന്ന DYFIക്കാരൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഖാർഗെയെ ഈ DYFIക്കാരൻ്റെയും യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെയും ദേശീയ നേതാവായിട്ട്, ഇന്ത്യ മുന്നണിയുടെ നേതാവായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എത്രത്തോളം അപഹാസ്യമാണ്! സ്വന്തം സഹപ്രവർത്തകരെ DYFIക്കാരന്മാർക്ക് തെരുവിലിട്ട് അടിക്കുമ്പോൾ ആ DYFI നേതാവിൻ്റെ പിന്തുണയോടുകൂടി സ്വന്തം പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ ഒരു മുന്നണിയുടെ നേതാവായിട്ട് പ്രഖ്യാപിച്ച് അവിടെ ഈ 2 സഖാക്കന്മാരും DYFI സഖാക്കന്മാരെ ഒറ്റുകൊടുക്കുന്ന യെച്ചൂരിയും യൂത്ത് കോൺഗ്രസ് യുവാക്കളെ ഒറ്റുകൊടുക്കുന്ന രാഹുൽ ഗാന്ധിയെയും ഖാർഗെയുമാണ് നമ്മൾ ഡൽഹിയിൽ കണ്ടത്. അതുകൊണ്ട് ഇവരുടെ ഈ നാടകം കേവലം ചാനൽ ചർച്ചയിൽ മാത്രമാണ്, ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണ്.
ഇത് കാപട്യമാണ്, കള്ളത്തരമാണ്. ശരി. ഇതിൽ നിന്ന് പിണറായി വിജയനെ രക്ഷിക്കാനാണ് യഥാർത്ഥത്തിൽ പലരും ശ്രമിക്കുന്നത്. കാരണം ഈ യാത്രയുടെ അർത്ഥശൂന്യത ഉണ്ടായിരിക്കും. പിണറായി വിജയൻ നടത്തുന്ന ജനകീയ യാത്ര കാപാലികന്റെ യാത്രയായി മാറി. അതിന് കാരണമെന്ന് പറയുന്നത് പിണറായി വിജയൻ ഉയർത്തിയ വിഷയങ്ങളിൽ ഉത്തരം പറയാൻ പിണറായി വിജയന് സാധിക്കാതെ വന്നിരിക്കുന്നത് കൊണ്ടാണ്. കാരണം ഒരു അമ്മ പിച്ചച്ചട്ടിയുമായി ഇറങ്ങിയപ്പോൾ പിണറായി വിജയന്റെ ആഫീസ് പൂട്ടി. ഇവിടെ കർഷകൻ ആത്മഹത്യ ചെയ്തപ്പോൾ പിണറായി വിജയന് കേരളത്തിനോടൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി. ഉച്ചക്കഞ്ഞി കിട്ടാത്ത കുട്ടികളുടെ ദയനീയമായ അവസ്ഥ പിണറായി വിജയന്റെ നാശത്തിന്, ഈ സർക്കാരിന്റെ നാശത്തിന്റെ സാഹചര്യമാണ് കാണിക്കുന്നത്. വിഷയം തിരിച്ചുവിടാനാണ് അക്രമകാരികളും കലാപകാരികളും ക്രിമിനലുകളുമായിട്ട് പിണറായി വിജയൻ അങ്ങനെ കോൺഗ്രസ് നിൽക്കുന്നത്. യെച്ചൂരിയും ഗാർഗയും ചേർന്ന് ഒരു മുന്നണി ഉണ്ടാക്കി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഗ്രസിന് വേണ്ടി പറയുന്നവരെക്കാൾ കൂടുതൽ ഏറ്റവും വില കുറഞ്ഞ രീതിയിലുള്ള വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് പറയാതിരുന്ന് പോകാൻ പറ്റില്ല സണ്ണിക്കുട്ടി സാറേ. അത് പറഞ്ഞു തന്നെ പോകും. പിന്നെ ഭിന്നശേഷിക്കാരനായതുകൊണ്ട് ആർക്കും അടി കിട്ടിയിട്ടില്ല, ആരെയും പിടിച്ചു മാറ്റിയിട്ടില്ല. പിന്നെ ഇവിടെ പറയാനുള്ളത്, ഇവിടെ ഇതിനു മുമ്പും സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഈ സമരങ്ങളോടൊക്കെ ഈ കേരളത്തിലെ പോലീസ് കാണിച്ച സമീപനങ്ങളുണ്ട്. ഇന്നിപ്പോൾ ഈ നടത്തിയ സമരം SFIയോ DYFIയോ UDF കാലത്തായിരുന്നു നടത്തിയത് എങ്കിൽ ഈ സ്മൃതിയുടെ മുഖത്ത് ഈ ചിരിയും ഈ ഭാവവും ഒന്നും ഉണ്ടാകുന്നില്ല. ഈ പോലീസിനടിച്ച് DYFI, പോലീസിനടിച്ച് SFI എന്ന് പറയുമായിരുന്നു. നിങ്ങൾക്ക് DYFIക്കാരൻ അടി കിട്ടുമ്പോ CPM-കാരനും കേരളത്തിലെ മുഖ്യമന്ത്രിക്കും അടി കിട്ടുമ്പോ അത് സന്തോഷമായി, അത് വലിയ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും അല്ലാത്ത സാഹചര്യത്തിൽ അതിൽ പ്രയാസം കൊള്ളുകയും ചെയ്യുന്ന നിങ്ങളുടെ മനസ്സൊക്കെ ജനം വിലയിരുത്തും. നിങ്ങളുടെ ഈ വാദത്തിൽ സണ്ണിക്കുട്ടി സാർ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സമരത്തിനെതിരെ നിങ്ങളും തെരുവിലിറങ്ങുമെന്ന് വന്നാൽ പോലീസിനൊപ്പമുള്ള സേനയായി പ്രവർത്തിക്കുമെന്ന് വന്നാൽ അതിനെതിരെ പ്രതിഷേധമുണ്ടാകും. നിങ്ങളുടെ ഈ അസ്വസ്ഥതയും അസഹിഷ്ണുതയും ഒക്കെ തുടരും. കാരണം എന്താണെന്നറിയോ, കേരളത്തിലെ ജനങ്ങൾ ഇതാ വലിയ ആബാലവൃദ്ധം ജനങ്ങൾ ഒന്നടങ്കം വലിയ ജനസഞ്ചയം നവകേരള സദസ്സിലേക്ക് നടന്നു വരിക. അവർ ഈ നവകേരള സദസ്സിൽ പങ്കെടുക്കുക. അങ്ങനെ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ ഈ അസഹിഷ്ണുതയൊക്കെ കൂടിക്കൊണ്ടേയിരിക്കും. അത് കൂടിക്കോട്ടെ. നിങ്ങളുടെ ഈ പുച്ഛഭാവം ഉണ്ടല്ലോ, അത് തുടരട്ടെ. അതിലൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്, ഞങ്ങൾ ഒരു അക്രമത്തിനും ആഹ്വാനം ചെയ്യുന്നില്ല, ഒരു കലാപത്തിനും ആഹ്വാനം ചെയ്യുന്നില്ല. ഇവിടെ ഈ മര്യാദക്ക് നടന്നു പോകുന്ന ഒരു നവകേരള സദസ്സിലേക്ക് ഒരു പ്രഖ്യാപനവും ഇല്ലാതെ ഞാൻ പറഞ്ഞോട്ടെ ഈ UDFന്റെ ഭാഗമല്ലേ മുസ്ലിം ലീഗ്? UDFന്റെ ഭാഗമല്ലേ മുസ്ലിം ലീഗ്? UDFന്റെ ഭാഗമാണ് മുസ്ലിം ലീഗുകാർ പറഞ്ഞല്ലോ ഞങ്ങൾ പ്രതിഷേധത്തിന് UDF-കാർ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞത് അവരെ ചേർത്ത് നിർത്തിയെന്നുള്ള. UDF-ന്റെ ഭാഗമല്ലേ മുസ്ലിം ലീഗ്? അവരാരും പറഞ്ഞില്ലല്ലോ ഞങ്ങൾ ഈ തെരുവിൽ പ്രതിഷേധത്തിനുണ്ട് എന്ന്. അവർ കരിങ്കോടി പ്രതിഷേധത്തിന് വന്നില്ലല്ലോ, ഈ ബസ് തടയാൻ വന്നിട്ടില്ലല്ലോ. നിങ്ങൾ എന്തിനാ പിന്നെ ഈ VD സതീശനെയും സുധാകരനെയും മാത്രം നിങ്ങൾ കാണുന്നുള്ളൂ? കാരണം എന്താ പറയുക, അവരെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥതയും അസഹിഷ്ണുതയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ തുടർഭരണം വല്ലാതെ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് BJP-യുമായി സംഘപരിവാരത്തിന്റെ ഏജന്റ് ഈ ഗവർണറുമായിട്ടുള്ള മധ്യസ്ഥതയിൽ കാര്യങ്ങൾ നീക്കുപോക്ക് നടത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ സൽക്കാരത്തിനിടയിൽ ശ്രദ്ധിക്കാൻ പറ്റാഞ്ഞതായി കല്യാശ്ശേരിയിൽ എന്നല്ല, എവിടെ അവർ യൂത്ത് ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം പ്രഖ്യാപിച്ചത് ഞങ്ങൾ പ്രക്ഷോഭത്തിനില്ല എന്നാ. നിങ്ങളുടെ ഫയൽ ഒന്ന് പരിശോധിച്ചു. മുസ്ലിം ലീഗിന്റെ നേതൃത്വം പറഞ്ഞു ഞങ്ങൾ ഇതാ തെരുവിൽ പ്രക്ഷോഭത്തിനില്ല ഈ വിഷയത്തിൽ എന്നാ. അവര് കേരളത്തിൽ എവിടെയാ കരിങ്കോടി പ്രതിഷേധത്തിന് ഇതുപോലെ ഇറങ്ങി വന്നത്? മലപ്പുറം ജില്ലയിൽ ഏറ്റവും. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് വസീഫിനും ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഒപ്പം തന്നെ ശ്രീ S. സുരേഷ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.